ഗുഡ് ഈവനിങ്. ടോക്കിന്റെ ടൈറ്റിൽ ഇതാണ്, ക്വാണ്ടം സെൻസ് ആൻഡ് നോൺ സെൻസ്. ആദ്യത്തെ ഭാഗം സെൻസ്. ആദ്യം ക്വാണ്ടം സെൻസ്, എന്താണ് ക്വാണ്ടം സെൻസ് എന്നുള്ളത് നോക്കാം. അതായത് എന്താണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് നോൺ സെൻസ് ആയ രീതിയിലുള്ള മിസ്ഇന്റർപ്രറ്റേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നാണ് രണ്ടാമത്തെ ഭാഗത്ത് സംസാരിക്കുക. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ മാത്തമാറ്റിക്സ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഹൈലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സ് വളരെ എഫിഷ്യന്റ് ആവുന്നത്, അത്രയും പവർഫുൾ ആകുന്നത് അതിന്റെ മാത്തമാറ്റിക്സിന്റെ പവറാണ്. മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്ന സബ്ജക്റ്റ് ആണെങ്കിലും അത് വാക്കുകളിൽ പറയാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നാലും ഞാനൊന്ന് ശ്രമം നടത്തി നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ആയ ഒരു ഫീച്ചറാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ മെഷർമെന്റ് ക്വാണ്ടം മെക്കാനിക്സിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. വേവ് ഫംഗ്ഷൻ എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, അതെന്താണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. പിന്നെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ്, അതുപോലെ എൻറ്റാങ്കിൾമെന്റ്, പ്രധാനമായിട്ടും നോൺ സെൻസ് ഇന്റർപ്രിറ്റേഷൻസിലേക്ക് നയിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിലേക്ക് എടുക്കാം. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ബാക്കി അതിന് മുൻപുള്ള ഫിസിക്സ് പോലെയല്ല. അതിന് മുൻപുള്ള ഫിസിക്സിനെ ക്ലാസിക്കൽ ഫിസിക്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നാണ് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും മാത്തമാറ്റിക്സിന്റെ ഒരു പെർട്ടിക്കുലർ ഇന്റർപ്രിറ്റേഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗണിതത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള വ്യാഖ്യാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇന്നൊരു കൺസെൻസസ് ഇല്ല, ഒരു പൊതുസമ്മതിയില്ല. അതുകൊണ്ട് തന്നെ ഈ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാക്കുകളിൽ പറയുമ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ചൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഇന്റർപ്രിറ്റേഷൻ വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പെഡഗോഗിക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ, ഒരു ടൈപ്പ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. എന്താണെന്ന് പിന്നീട് പറയാൻ ശ്രമിക്കാം. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഞാൻ സ്വീകരിക്കുന്ന ഇന്റർപ്രിറ്റേഷൻസ് നമുക്ക് ഇങ്ങനെ പറയാം. ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് ഉദാഹരണമാണ്. അപ്പൊ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ പ്രതിനിധിയായിട്ട് നമുക്ക് ഇലക്ട്രോണുകളെ പരിഗണിക്കാം. അപ്പോൾ ഒരു ഇലക്ട്രോണ് അനുവദനീയമായിട്ട് അലൗഡ് ആയിട്ടുള്ള ഒന്നിലധികം അവസ്ഥകൾ ഉണ്ടെങ്കിൽ, ഒന്നിലധികം സ്റ്റേറ്റ്സ് അതിന് അലൗഡ് ആണെങ്കിൽ, ആ അവസ്ഥകളിൽ എല്ലാം ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന് പോസിബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അവസ്ഥ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പൊതുവെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സാങ്കേതിക പദത്തിന് പകരമായിട്ടാണ്, അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആയിട്ടാണ് അവസ്ഥ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ്, ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റ്, അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഐഡിയ ഉണ്ട്. ഇലക്ട്രോണിന്റെ അവസ്ഥ, ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഐഡിയ ഉണ്ട്. അതിന്റെ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഷനാണ് ശരിക്കും തിയറിയിലുള്ളത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ വാക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് അവസ്ഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇലക്ട്രോണിന്റെ അവസ്ഥ, ഒരു മനുഷ്യന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. തൽക്കാലം നമ്മുടെ പേർപ്പസിന് അത് മതി. ഓക്കെ. അപ്പൊ ഒന്നിലധികം അലൗഡ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന് സാധ്യമാണെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇലക്ട്രോണിന്റെ സ്ഥാനത്തെ കുറിച്ച് പറയാം. നമുക്ക് ഇലക്ട്രോണിന്റെ സ്ഥാനം നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോൺ എവിടെയാണെന്നുള്ളത്. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇലക്ട്രോണിന് അലൗഡ് ആയിട്ടുള്ള 2 സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് കരുതുക. ഓക്കെ. എ എന്ന സ്ഥാനത്തും കാണാം, ബി എന്ന സ്ഥാനത്തും കാണാം. അതായത് എ എന്ന സ്ഥലത്തായിരിക്കുന്നതിനെയും ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്, ബി എന്ന സ്ഥാനത്തായിരിക്കുന്നതിനെയും ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 സ്ഥലത്തും ഒരുമിച്ച് ആയിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന് സാധ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ. ഇത് ക്ലാസിക്കൽ ഫിസിക്സിൽ നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു ഒബ്ജക്റ്റ്, ഒരു പാർട്ടിക്കിൾ, ഒരു കണിക ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിന്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള കണിക, ഒരു ഇലക്ട്രോണിന് ഇവിടെ അയക്കാൻ കഴിയും, ഇവിടെ അയക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ 2 സ്ഥലത്തും ഒരേ കണികയ്ക്ക് ഒരുമിച്ച് അയക്കാൻ കഴിയുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന് അലൗഡ് ആയിട്ടുള്ള, ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുവദിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ എന്നുള്ള എനിക്ക് ഇങ്ങനെ എഴുതാം. അതായത് എ, ബി എന്നിവ ഇലക്ട്രോണിന് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി
എന്ന് പറയുന്നതും ഇലക്ട്രോണിന് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് ഇലക്ട്രോണിന്റെ സ്റ്റേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബ്രാക്കറ്റിലുള്ള എസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ്. എ ബ്രാക്കറ്റിൽ ഇടുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന പൊസിഷനിലായിരിക്കുന്ന ഇലക്ട്രോണിന്റെ അവസ്ഥ എന്ന് സൂചിപ്പിക്കാനാണ്. ബ്രാക്കറ്റിൽ ബി ഇട്ടിരിക്കുന്നത് ബി എന്ന പൊസിഷനിലായിരിക്കുന്ന ഇലക്ട്രോണിന്റെ അവസ്ഥ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എ എന്ന പൊസിഷനിലും ബി എന്ന പൊസിഷനിലും ഒരുമിച്ചായിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു പോസിബിൾ ആയിട്ടുള്ള അവസ്ഥയാണെന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇത് യൂണിവേഴ്സിന്റെ ഒരു ഫണ്ടമെന്റൽ ഫീച്ചർ ആയിട്ട് നമ്മൾ സ്വീകരിച്ചേ മതിയാവും. അപ്പൊ ഇതിനെ സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇലക്ട്രോൺസ് എക്സിസ്റ്റ്, കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ഇൻ എ കോമ്പിനേഷൻ ഓഫ് ഓൾ പോസിബിൾ മെഷർമെന്റ് ഔട്ട്കംസ്. ഞാനിപ്പോൾ പൊസിഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, പക്ഷെ പൊസിഷന്റെ മാത്രം കാര്യമല്ല, മൊമെന്റം ആകാം, എനർജി ആവാം, ആംഗുലർ മൊമെന്റം ആകാം, എന്ന് മാത്രമല്ല ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, എല്ലാ കാര്യത്തിലും ശരിയാണ്. അപ്പോൾ എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇലക്ട്രോണിന് E1 E2 എന്നിങ്ങനെയുള്ള പോസിബിൾ എനർജി ലെവൽസ് അലൗഡ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതായത് കറസ്പോണ്ടിംഗ്ലി E1 ബ്രാക്കറ്റിലുള്ള സ്റ്റേറ്റും E1 എന്നുള്ള സ്റ്റേറ്റും E2 എന്നുള്ള സ്റ്റേറ്റും ഇലക്ട്രോണിന് അലൗഡ് ആണെങ്കിൽ ഈ രണ്ട് എനർജി ലെവൽസിലും ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന്റെ ഒരു പോസിബിൾ ആയ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇതെല്ലാ കാര്യത്തിലും ശരിയാണ്. മൊമെന്റം ആകാം, ഇറ്റ് കുഡ് ബി എനിത്തിങ് ദാറ്റ് യു ക്യാൻ മെഷർ. അപ്പൊ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ ഫീച്ചർ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് വേറെ വഴിയില്ല. അപ്പൊ അത് ലോജിക്കലി തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. മാത്തമാറ്റിക്കലി വെൽ ഡിഫൈൻഡ് ആണ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ലോജിക് അതിൽ ഇൻബിൽറ്റ് ആണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അടുത്ത പ്രശ്നം വരുന്ന ഇതാണ്. ഓക്കെ, നമ്മൾ ആക്ച്വലി നിരീക്ഷിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇലക്ട്രോണിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് ഞാൻ പറഞ്ഞു ഇലക്ട്രോണിന്റെ സ്ഥാനം എ, ഇലക്ട്രോണിന്റെ അവസ്ഥ A+B എന്നുള്ളതാണ്. ഈ അവസ്ഥയിലുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ ഞാൻ ആക്ച്വലി മെഷർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും എയിലും ബിയിലും ഒരുമിച്ചായിരിക്കുന്ന ഇലക്ട്രോണിനെ കാണാൻ കഴിയില്ല. പകരം കാണുക ഒന്നുകിൽ എ എന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ബി എന്ന സ്ഥാനത്തായിരിക്കുന്ന ഇലക്ട്രോണിനെ മാത്രമാണ്. എനിക്ക് അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മെഷർമെന്റിന് മുമ്പ്, നിരീക്ഷണത്തിന് മുമ്പുള്ള ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ആണ് A+B. ഓക്കെ, ഞാൻ ഇതിന്റെ പൊസിഷൻ നടത്താൻ ഒരു മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ, പൊസിഷൻ കാണാൻ ഒരു മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ ഒന്നുകിൽ എ എന്ന സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ബി എന്ന സ്റ്റേറ്റിലേക്ക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറുകയാണ്. അതായത് രണ്ട് സ്ഥലത്ത് ഒരുമിച്ച് കാണാൻ കഴിയില്ല, ഒരു സ്ഥലത്ത് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നർത്ഥം. ഉദാഹരണത്തിന് ഞാൻ ഈ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് ബി എന്ന പൊസിഷനിലാണ് ഇലക്ട്രോൺ ഉള്ളത് എന്ന ആൻസറാണ് കിട്ടിയെന്ന് കരുതുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. A+B എന്ന സൂപ്പർപോസ്ഡ് സ്റ്റേറ്റിലായിരിക്കുന്ന ഇലക്ട്രോൺ ഒരു മെഷർമെന്റ് നടത്തിയപ്പോൾ ബി എന്ന സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. കാരണം ഇപ്പൊ ബി എന്നുള്ള പൊസിഷനിലാണ്. ബി എന്നുള്ള പൊസിഷനിലുള്ള ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ആണ് എന്ത്, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബി എന്ന പൊസിഷനിലുള്ള ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ആണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് മെഷർമെന്റ് നടത്തുമ്പോൾ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെടുകയും അത് അതിന്റെ വൺ ഓഫ് ദ പോസിബിലിറ്റീസ്, അതിന് സാധ്യമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ മെഷർമെന്റ്. ഈ കാര്യത്തെ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ മെഷർമെന്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. മെഷർമെന്റ് പ്രോബ്ലം എന്ന് പറയാൻ കാരണം ഒന്നാമത് മെഷർമെന്റ് എന്താണെന്നുള്ളത് വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, എപ്പോഴാണ് ഒരു മെഷർമെന്റ് നടക്കുക, വാട്ട് കൺസ്റ്റിറ്റ്യൂട്ട്സ് എ മെഷർമെന്റ് എന്നുള്ളത് ഇപ്പോഴും വെൽ ഡിഫൈൻഡ് അല്ല. പിന്നെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവില്ല. പല ഉത്തരങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഉത്തരം ശരിയാകാം, പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഉത്തരവില്ല. മെഷർമെന്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചും മെഷർമെന്റ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഉത്തരവില്ല. പക്ഷെ ഇത്ര നമുക്കറിയാം, ക്വാണ്ടം ലോകവുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ട്സ് കൃത്യമായിട്ട് വിശദീകരിക്കണമെങ്കിൽ മെഷർമെന്റ് നടക്കുന്നതിന് മുമ്പ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണെന്നും മെഷർമെന്റ് നടന്നു കഴിയുമ്പോൾ അത് സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ട് വേറെ സ്റ്റേറ്റിലേക്ക് മാറുന്നു എന്നുള്ളതും അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ഇക്കാര്യമൊന്നും നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നില്ല. ഇത് നിരീക്ഷണ ഫലങ്ങൾ. നമ്മൾ ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തത് കുറെ നിരീക്ഷണങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സബാറ്റോമിക് ലോകവുമായിട്ട് ബന്ധപ്പെട്ട പല നിരീക്ഷണങ്ങൾ നടത്തി അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ന്യൂട്ടോണിയൻ അല്ലെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ തിയറികൾ ഉപയോഗിച്ച് അതിനെ വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എക്സ്പെരിമെന്റൽ റിസൾട്ട്സിനെ വിശദീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫോർമലിസം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പെരിമെന്റ്സ് അല്ലെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. മെഷർ ചെയ്യുന്നതിന് മുമ്പ് സൂപ്പർ പൊസിഷൻ ഉണ്ട് എന്നുള്ളതും മെഷർ ചെയ്ത് കഴിയുമ്പോൾ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ട് ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങും എന്നുള്ളതും
പരീക്ഷണ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാക്റ്റാണ്. എനിക്കത് വെറുതെ തമാശയ്ക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. എന്ന് മാത്രമല്ല, പരീക്ഷണ നിരീക്ഷണങ്ങൾ ഇങ്ങനെ ഒരു തിയറി ഉണ്ടാക്കാൻ നമ്മളെ നിർബന്ധിച്ചിരുന്നില്ല എങ്കിൽ, ഈ രീതിയിലുള്ള റിസൾട്ട്സ് ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു തിയറി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആരും ആലോചിക്കുകയില്ലായിരുന്നു. ലോകം ഇങ്ങനെ ആവാം എന്നൊരു സാധ്യത ആരും ഒരിക്കലും പരിഗണിക്കില്ലായിരുന്നു എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ കഴിയും. സോ ദീസ് തിങ്സ് ആർ ഫോഴ്സ്ഡ് അപ്പോൺ us ബൈ എക്സ്പെരിമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് പ്രശ്നമാണ് അല്ലെ. ഇപ്പൊ അതായത് പറയാണ്, മെഷർ ചെയ്യുന്നതിന് മുമ്പ് സൂപ്പർ പോസ്റ്റ് സ്റ്റേറ്റിലാണ്, മെഷർ ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോണിന് സാധ്യമായിട്ടുള്ള അനേകം പൊസിഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെഷർ ചെയ്യുന്നതിന് മുമ്പ് അത് എല്ലാ പൊസിഷനിലും ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയി എടുക്കുകയാണ്. മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ചുരുങ്ങും എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ചോദ്യം വരികയാണ്, ഇങ്ങനെ ഒരു സിദ്ധാന്തത്തിന് എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുക? അല്ല, ഇതിൽ എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉപയോഗിച്ച് എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുക? ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ ന്യൂട്ടന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് പല കാര്യങ്ങളും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റും അറിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പൊസിഷനും മൊമെന്റും എന്തായിരുന്നു എന്നും അതിന് മുൻപ് ഉള്ള സമയത്ത് പൊസിഷനും മൊമെന്റും എന്തായിരുന്നു എന്നുള്ളതും, പൊസിഷനും മൊമെന്റും മാത്രമല്ല എനർജിയോ ആംഗുലർ മൊമെന്റോ അങ്ങനെ നിരീക്ഷിക്കാവുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയും. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് സൂപ്പർ പൊസിഷനും മെഷർമെന്റ് നടക്കുമ്പോൾ സ്റ്റേറ്റിന് ഉണ്ടാവുന്ന ചേഞ്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് എന്താണ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇതാണ്, പ്രോബബിലിറ്റീസ്. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നത് പ്രോബബിലിറ്റീസ് മാത്രമാണ്. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോൺ എടുത്ത് അല്ലെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എടുത്ത് നമ്മളൊരു നിശ്ചിത നിരീക്ഷണം നടത്തി കഴിയുമ്പോൾ ഓരോ റിസൾട്ടും കിട്ടാനുള്ള സംഭാവ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേവ് ഫംഗ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്വാണ്ടം മെക്കാനിക്സിലെ നമുക്ക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻകോഡ് ചെയ്തിരിക്കുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റിലാണ്. അതിന് നമ്മൾ യൂഷ്വലി psi ഓഫ് എക്സ് കൊമ ടി എന്നൊക്കെ എഴുതും. ഇത് ഈ വേവ് ഫംഗ്ഷൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഇങ്ങനെ പറയാം, ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ, അവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന മാത്തമാറ്റിക്കൽ എൻറ്റിറ്റിയാണ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് നമുക്ക് ഒരു നാച്ചുറൽ വേൾഡ് ഉണ്ട്, നാച്ചുറൽ വേൾഡിൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് ഉണ്ട്, അതിനൊക്കെ നിശ്ചിത സ്റ്റേറ്റ്സും ഉണ്ട്. ഈ സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന തിയറിയിലുള്ള മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വേവ് ഫംഗ്ഷൻ എന്നാണ്. ഇനി വേവ് ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വേവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു യന്ത്രമായിട്ട് കണക്കാക്കാം. ഓൾറൈറ്റ്, ഈ വേവ് ഫംഗ്ഷന്റെ ഈ യന്ത്രത്തിന്റെ ഇൻപുട്ടായിട്ട് നമുക്ക് ഓരോ മെഷർമെന്റ് പോസിബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എ എന്നുള്ള പൊസിഷനിൽ കാണുക, ഇതൊരു മെഷർമെന്റ് പോസിബിലിറ്റിയാണ്. E1 എന്നുള്ളൊരു എനർജി മെഷർ ചെയ്യുക, ഇതൊരു മെഷർമെന്റ് പോസിബിലിറ്റിയാണ്. ഈ പോസിബിലിറ്റി നമ്മൾ വേവ് ഫംഗ്ഷനിൽ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത ചോദ്യം പരിഗണിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞു തരും. ഈ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ, ഓരോ മെഷർമെന്റ് പോസിബിലിറ്റി മെഷർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഈ പോസിബിലിറ്റി നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ വേവ് ഫംഗ്ഷൻ നമുക്കൊരു നമ്പർ തരും. ഓക്കെ, ഈ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഈ നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഓക്കെ, ഇതൊന്നും അല്ല, ശരിക്കും ജനറലി കോംപ്ലക്സ് നമ്പേഴ്സ് ആവും. നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചിലരെങ്കിലും കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. A+IB എന്നുള്ള ഫോമിലുള്ള നമ്പർ ആവും. കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പോസിറ്റീവോ നെഗറ്റീവോ 0 ആകാം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ വേവ് ഫംഗ്ഷന്റെ ജോലി ഇതാണ്, മെഷർമെന്റ് പോസിബിലിറ്റി ഇൻപുട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോസിബിലിറ്റി ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഒരു നമ്പർ ഔട്ട്പുട്ട് ആയിട്ട് തരും. ഓക്കെ, ഈ നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഫിസിക്സ് പഠിക്കുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്സിന്റെ കോഴ്സ് എടുക്കുമ്പോൾ എനിക്ക് വന്ന അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ മെഷർമെന്റ് ഔട്ട്കമിനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആവശ്യമില്ല, ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു പോസിബിലിറ്റി ഇൻപുട്ട് ചെയ്യാം. നമുക്ക് വേവ് ഫംഗ്ഷനോട് ഒരു ചോദ്യം ചോദിക്കാം, ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോണിന് എനർജി E1 കിട്ടാനുള്ള പ്രോബബിലിറ്റി E1 കിട്ടാനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നമ്പർ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിനെ A എന്നുള്ള പൊസിഷനിൽ കാണാനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറൊരു നമ്പർ പറഞ്ഞു തരും. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്നതിനെ വിളിക്കാൻ കാരണം, ഈ കിട്ടുന്ന നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ മോഡുലസ് സ്ക്വയർ എന്ന് പറയും, പക്ഷെ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, ഈ നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോബബിലിറ്റി പറഞ്ഞു തരും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ് ചെയ്യുന്നത് പ്രോബബിലിറ്റീസ് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഈ വേവ് ഫംഗ്ഷൻ പറഞ്ഞിരുന്ന പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കണം, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കണം.
ഓക്കെ, പ്രോബബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. 0 നും 1 നും ഇടയിലുള്ള നമ്പേഴ്സിനെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 നും 1 നും ഇടയിലാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഔട്ട്കം കിട്ടുമെന്ന് തീർച്ചയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 1 ആണ്. ഒരു പെർട്ടിക്കുലർ ഔട്ട്കം കിട്ടില്ല എന്ന് തീർച്ചയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 0 ആണ്. ഓക്കെ, അപ്പൊ ഇത് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആകാമെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. 0 നും 1 നും ഇടയിലുള്ള ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. ഈ പോസിറ്റീവ് നമ്പർ തന്നെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരുന്നത് നിശ്ചിത മെഷർമെന്റ് ഔട്ട്കംസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്, അല്ലെങ്കിൽ നിശ്ചിത നിരീക്ഷണ ഫലങ്ങൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇത് മാത്രമേ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ഇതാണെന്ന് ഞാൻ പറഞ്ഞു. എ എന്ന സ്ഥാനത്തും ബി എന്ന സ്ഥാനത്തും ഒരുമിച്ചായിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ആണെന്ന് കരുതുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, വേവ് ഫംഗ്ഷൻ എടുത്തു, എന്നിട്ട് എ എന്നുള്ള സാധ്യത ഇൻപുട്ട് ചെയ്തു. എ എന്നുള്ള സാധ്യത ഇൻപുട്ട് ചെയ്തപ്പോൾ the wave function does what it does and then you get a number. All right, in a square root of 0.5 എന്ന് വിളിക്കാം, ഒരു നമ്പർ കിട്ടി, സ്ക്വയർ റൂട്ട് ഓഫ് 0.5. ഓക്കെ, ബി എന്നുള്ള സാധ്യത ഇൻപുട്ട് ചെയ്തപ്പോൾ വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 0.5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ റൂൾ എന്താണ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ റൂൾ എന്താണ്, ഇതിന്റെ സ്ക്വയർ എടുത്താൽ എ എന്നുള്ള പൊസിഷനിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഇതിന്റെ സ്ക്വയർ എടുത്താൽ ബി എന്നുള്ള പൊസിഷനിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഈ കേസിൽ ഈ പെർട്ടിക്കുലർ കേസിൽ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നത് ഇതാണ്. ഈ സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിനെ എ എന്നുള്ള പൊസിഷനിൽ കാണാൻ പ്രോബബിലിറ്റി 0.5 ആണ്, ബി എന്ന പൊസിഷനിൽ കാണാൻ പ്രോബബിലിറ്റി 0.5 ആണ്. എ എന്ന പൊസിഷനിലോ ബി എന്ന പൊസിഷനിലോ കാണാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. കാരണം നമ്മുടെ വേവ് ഫംഗ്ഷനിൽ ഈ രണ്ട് സാധ്യത മാത്രമേ ഉള്ളൂ. ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ പേർപ്പസിന് അത് മതി. അപ്പോൾ എ എന്നുള്ള പൊസിഷനിൽ കാണാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് വെച്ചാൽ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരും. ബി എന്ന പൊസിഷനിൽ കാണാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അതും വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണ് ഇത് മാറാൻ പോകുന്നതെന്ന് വേവ് ഫംഗ്ഷന് പറഞ്ഞു തരാൻ കഴിയില്ല. ഒരു നിശ്ചിത സ്റ്റേറ്റിലേക്ക് മാറാനുള്ള പ്രോബിലിറ്റി മാത്രമേ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരുള്ളൂ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് ഇത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കൃത്യമായിട്ട് എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള രീതിയിലുള്ള പ്രൊഡിക്ഷൻസ് അല്ല ക്വാണ്ടം മെക്കാനിക്സിൽ നടത്തുന്നത്. ഇത് വ്യക്തമായെന്ന് കരുതുന്നു. ഇനി വേവ് ഫംഗ്ഷൻ കൊളാപ്സിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്ത് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനീഷ്യലി മെഷർ ചെയ്യുന്നതിന് മുമ്പ് എ പ്ലസ് ബി എന്നുള്ള സ്റ്റേറ്റിലാണ്, അതിന്റെ പൊസിഷൻ ആക്ച്വലി മെഷർ ചെയ്തപ്പോൾ അത് ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി എന്ന് കരുതുക. ഓക്കെ, ഇപ്പൊ എന്തായി, സിസ്റ്റത്തിന്റെ പുതിയ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ അപ്പൊ മാറി. ഇനീഷ്യലി ഉള്ള വേവ് ഫംഗ്ഷൻ ഈ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ബി എന്ന സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇവിടെ psi b എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള വേവ് ഫംഗ്ഷൻ എന്താണ്, ബി എന്ന പൊസിഷനിലുള്ള ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഈ വേവ് ഫംഗ്ഷനിലേക്ക് വീണ്ടും എ എന്നുള്ള സാധ്യത ഞാൻ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരും ഇതിനുള്ള സാധ്യത അല്ലെ സംഭാവിത 0 ആണ്. ഓക്കെ, അതേസമയം ബി എന്ന ഇൻപുട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ പ്രോബബിലിറ്റി 1 ആണെന്ന് പറയും. ഇതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോൺ ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി. ബി എന്നുള്ള സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് തന്നെ കിട്ടും. കാരണം ബി എന്ന പൊസിഷനിലുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ അതിനെ പിന്നെ എയിൽ കാണാൻ കഴിയില്ല. ഓക്കെ, ഇപ്പൊ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി കിട്ടും. അതേസമയം ബി എന്ന പൊസിഷനിൽ ആണ് ഇലക്ട്രോൺ എന്ന് നമുക്ക് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് പിന്നെ എയിലായിരിക്കാനുള്ള സാധ്യത 0 ആണ്, ബിയിലായിരിക്കാനുള്ള സാധ്യത 1. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളൊരു മെഷർമെന്റ് നടത്തി ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി. ഓക്കെ, ഈ മെഷർമെന്റ് നടത്തുന്നതിന് മുമ്പ് ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറാനുള്ള സാധ്യത 0.5 ആണ്. അപ്പൊ ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി എന്ന് നമുക്ക് അറിയാം എന്ന് കരുതുക. വീണ്ടും ഉടനെ തന്നെ വേറൊരു പൊസിഷൻ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് ബി എന്ന പൊസിഷനിൽ തന്നെ ഇലക്ട്രോണിനെ കാണാൻ കഴിയും. ഓക്കെ, ഉടനെ തന്നെ കൺസിക്യൂട്ടീവ് ആയിട്ട് പല മെഷർമെന്റ്സ് നടത്തുകയാണെങ്കിലും ബി എന്നുള്ള പൊസിഷനിൽ തന്നെ ഇലക്ട്രോണിനെ കാണാൻ കഴിയും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബി എന്നുള്ള സ്റ്റേറ്റ് സാധ്യതയാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ പ്രോബബിലിറ്റി 1 എന്ന് കിട്ടും. എ എന്നുള്ള സാധ്യത ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി 0 എന്ന് കിട്ടും. ഇപ്പൊ വേവ് ഫംഗ്ഷന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇനീഷ്യലി psi എന്നായിരുന്ന വേവ് ഫംഗ്ഷൻ ഇപ്പോൾ psi b എന്ന വേവ് ഫംഗ്ഷനിലേക്ക് മാറി. ഓക്കെ, മെഷർ ചെയ്യുന്നതിന് മുമ്പുള്ള വേവ് ഫംഗ്ഷൻ ഞാൻ psi എന്നാണ് എഴുതിയത്. മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് psi b എന്നുള്ള വേവ് ഫംഗ്ഷനിലേക്ക് മാറി. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മെഷർമെന്റ് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ ഒരു മാറ്റം വരികയാണ്. ഓൾറൈറ്റ്, മെഷർ ചെയ്യുന്നതിന് മുമ്പ് psi a പ്ലസ് psi b ആയിരുന്നെങ്കിൽ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ psi a യിലേക്ക് മാറി. ഈ മാറ്റത്തിനെയാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷൻ തകർന്നു വീഴുകയാണ്. ഇനീഷ്യലി സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുകയാണ്, മെഷർമെന്റ് നടത്തുമ്പോൾ അത് ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങുകയാണ്, തകരുകയാണ്. ഇതിനെയാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്.
ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസ്. ഇനി ഒരു സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇതൊക്കെ ഉള്ളതാണോ, എന്തിനാണ് നമ്മൾ ഈ സൂപ്പർ പൊസിഷനൊക്കെ കണക്കിലെടുക്കുന്നത്? സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് അറിയുകയാണെങ്കിൽ ഈ പ്രോബബിലിറ്റിയുടെ ഭാഷ നമുക്ക് ഒഴിവാക്കിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഉദാഹരണത്തിന് ക്ലാസിക്കൽ ഫിസിക്സിലും പ്രോബബിലിറ്റിയുടെ ഭാഷ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആശയം, ഈ കോയിനിൽ നമ്മൾ കൃത്യം കൊടുക്കുന്ന ബലം എത്രയാണെന്ന് നമുക്കറിയില്ല, അവിടെയുള്ള എയർ പ്രഷർ എത്രയാണെന്ന് അറിയില്ല, എക്സാക്റ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റി എത്രയാണെന്ന് അറിയില്ല. ഇങ്ങനെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ ഭാഷ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ആവശ്യമില്ല. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അതേസമയം ക്വാണ്ടം മെക്കാനിക്സിൽ പ്രോബബിലിറ്റിയുടെ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത് സൂപ്പർ പൊസിഷൻ കാരണമാണ്. അതായത് ഇലക്ട്രോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലും പ്രോബബിലിറ്റിയുടെ ഭാഷ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് പ്രോബബിലിറ്റി അടിസ്ഥാനപരമായിട്ട് ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള രീതിയിൽ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്നുണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സിലെ പോലെയല്ല. ക്ലാസിക്കൽ മെക്കാനിക്സിൽ പ്രോബബിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളപ്പോഴാണ്, സിസ്റ്റത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇൻകംപ്ലീറ്റ് ആകുമ്പോഴാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ സിസ്റ്റത്തെ കുറിച്ച് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും പ്രോബബിലിറ്റിയുടെ ഭാഷ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു ഈ ഒരു ബിഹേവിയറിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. സൂപ്പർ പൊസിഷൻ, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ദിസ് ഇസ് കോൾഡ് ദ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്. ഇലക്ട്രോൺ സോഴ്സ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഇലക്ട്രോൺ സോഴ്സ് ആണ്. ഓരോ ഇലക്ട്രോണുകളെയായിട്ട് നമുക്ക് അയക്കാൻ കഴിയും. ഇലക്ട്രോൺ സോഴ്സിൽ നിന്ന് ഓരോ ഇലക്ട്രോണുകളെയായിട്ട് നമുക്ക് അയക്കാൻ കഴിയും. ഇവിടെ നമുക്കൊരു സ്ലിറ്റ് ഉണ്ട്, ഒരു വിടവുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ സോഴ്സിൽ നിന്നുള്ള ഇലക്ട്രോണുകളെ ഈ വിടവിലൂടെ കടത്തിവിടുക, എന്നിട്ട് അതിനെ പുറകിലുള്ള ഒരു സ്ക്രീനിൽ പതിപ്പിക്കുക. അപ്പോൾ ആദ്യം ഒരു ഇലക്ട്രോണിനെ കടത്തിവിട്ടു, അതൊരു പോയിന്റ് ആയി. ഇതിൽ കാണുന്ന ഡോട്ടുകളൊക്കെ ഇലക്ട്രോൺ പതിച്ച ഡോട്ടുകളാണ്. സ്ക്രീനിൽ ഇലക്ട്രോൺ പതിക്കുമ്പോൾ സ്ക്രീനിൽ ഉണ്ടാകുന്ന മാർക്കിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ കടത്തിവിട്ടു, ഒരു ഡോട്ട് ഉണ്ടായി. അടുത്ത ഇലക്ട്രോണിനെ കടത്തിവിട്ടു, ഒരു ഡോട്ട് ഉണ്ടായി. വീണ്ടും ഒരു ഇലക്ട്രോണിനെ കടത്തിവിട്ടു, വീണ്ടും ഒരു ഡോട്ട് ഉണ്ടായി. ഇങ്ങനെ കുറെ സമയം തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. സ്ക്രീനിൽ എല്ലായിടത്തും കുറെ ഇലക്ട്രോണുകൾ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് വ്യക്തമായി എഴുതുന്നു. ഓക്കെ, ഇത് ഇവിടെയുള്ള സ്ലിറ്റ് ആണ്. ഇനി നമ്മൾ അതിന്റെ നേരെ താഴെ വേറൊരു സ്ലിറ്റ് തുറന്നു, എന്നിട്ട് ആദ്യത്തെ സ്ലിറ്റ് അടച്ചു. ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, പക്ഷെ ഞാനിപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. റൈറ്റ്, ഇവിടെയും ഈ കേസിൽ ഒരു സ്ലിറ്റ് ഉണ്ട്, പക്ഷെ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. റൈറ്റ്, ഇനി താഴത്തെ സ്ലിറ്റിലൂടെ കടത്തി വിടുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ താഴത്തെ സ്ലിറ്റിന് ഏകദേശം സിമെട്രിക് ആയിട്ട്, റൈറ്റ്, അതിന് നേരെ ഈ സ്ലിറ്റിന്റെ നേരെ കുറെ ഇലക്ട്രോണുകളും അതിന്റെ രണ്ട് സൈഡിലേക്കും കുറച്ച് ഇലക്ട്രോണുകളും വീഴുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിൽ കുഴപ്പമൊന്നുമില്ല. അതേസമയം നമ്മൾ ഈ രണ്ട് സ്ലിറ്റുകളും ഒരുമിച്ച് തുറന്നു വെച്ചിട്ട് ഇലക്ട്രോണുകളെ കടത്തിവിടുമ്പോൾ എഗെയിൻ ഇലക്ട്രോണുകളെ 1 by 1 ആയിട്ടാണ് കടത്തിവിടുന്നത്. ഒരു ഇലക്ട്രോണിനെ കടത്തിവിട്ടു, അത് സ്ക്രീനിൽ ചെന്ന് പതിച്ചു, സ്ക്രീനിൽ ഒരു ഡോട്ട് ഉണ്ടായി. അടുത്ത ഇലക്ട്രോണിനെ കടത്തിവിട്ടു, അത് സ്ക്രീനിൽ ചെന്ന് പതിച്ചു, വേറൊരു ഡോട്ട് ഉണ്ടായി. ഇപ്പൊ ഓരോ ഡോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, പക്ഷെ കുറെ സമയം കഴിയുമ്പോൾ ഈ ഡോട്ട്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചിത്രമായിട്ടുള്ള കാര്യം ഇവിടെ കാണാൻ കഴിയും. ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ചിരുന്നപ്പോൾ ഇലക്ട്രോൺ എത്തിയിരുന്ന പല സ്ഥലത്തും, ഇപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ വരയ്ക്കുന്ന ഈ സ്ഥലത്തൊക്കെ ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഡോട്ടുകളുണ്ട്. ഓക്കെ, ഇത് ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ചപ്പോൾ ഇലക്ട്രോണുകൾ എത്തിയിരുന്ന പല സ്ഥലത്തും ഇപ്പൊ ഇലക്ട്രോണുകൾ എത്തുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വട്ടം വരച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ ബ്ലാങ്ക് ആണ്, ഇവിടുന്ന് ഇലക്ട്രോണുകൾ എത്തുന്നില്ല. അതേസമയം അതിന്റെ ഇടയിലുള്ള ചില ഭാഗങ്ങളിൽ കൂടുതൽ ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഈ നമുക്ക് കിട്ടുന്ന പാറ്റേൺ, സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേൺ ഈ രണ്ട് പാറ്റേണും ചേർത്ത് വെച്ചാൽ കിട്ടുന്നതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. സ്പെസിഫിക്കലി ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ചപ്പോൾ എത്തിയിരുന്ന പല സ്ഥലത്തും ഇലക്ട്രോണുകൾ ഇപ്പോൾ എത്തുന്നില്ല. രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഇലക്ട്രോൺ എത്തുന്നില്ല. ഓക്കെ, രണ്ട് സ്ലിറ്റും തുറന്നു വെച്ചപ്പോൾ സ്ക്രീനിലുള്ള ചില പൊസിഷൻസിൽ ഇലക്ട്രോൺസ് ചെന്ന് വീഴാനുള്ള പ്രോബബിലിറ്റി 0 ആയി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇനീഷ്യൽ നമ്മൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എല്ലാം ഇലക്ട്രോണുകൾ വീണിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കി ഇവിടെ എല്ലാ ഇലക്ട്രോണുകൾ വീണിട്ടുണ്ട്. പക്ഷെ രണ്ട് സ്ലിറ്റും തുറന്നു വെച്ചപ്പോൾ ചില സ്ഥാനങ്ങളിൽ ഇലക്ട്രോൺ വീഴാനുള്ള പ്രോബബിലിറ്റി 0 ആയി. ക്വാണ്ടം മെക്കാനിക്സ് ഇതിനെ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്. അഗെയിൻ ഒരു പെർട്ടിക്കുലർ ഇന്റർപ്രിറ്റേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇലക്ട്രോണും, അതായത് രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെക്കുമ്പോൾ പെരുമാറുന്ന പോലെയല്ല ഇലക്ട്രോൺ പെരുമാറുന്നത്, അത് വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് അതിനെ ഇങ്ങനെ വിശദീകരിക്കാം. ഓരോ ഇലക്ട്രോണും രണ്ട് സ്ലിറ്റിലൂടെയും യഥാർത്ഥത്തിൽ കടന്നു പോകുന്നുണ്ട്. കാരണം രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ അതിന്റെ പെരുമാറ്റം മാറുന്നുണ്ട്. അപ്പൊ എന്തോന്ന് രണ്ട് സ്ലിറ്റും തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇലക്ട്രോൺ ഏതൊരു രീതിയിൽ അറിയുന്നുണ്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, വിത്തിൻ കോഡ്സ്. ഇലക്ട്രോൺ അങ്ങനെ അറിയുന്നൊന്നുമില്ല,
അപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന എങ്ങനെയാണ് ഇലക്ട്രോൺ രണ്ട് സ്ലിറ്റിലൂടെയും കടന്നു പോകുന്നുണ്ട്. റൈറ്റ്. എന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ റൂൾസ് പറയുന്ന ഇതാണ്: ഒരു നിശ്ചിത സ്ഥലത്ത് ഇലക്ട്രോൺ എത്താനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: ആദ്യത്തെ സ്ലിറ്റിലൂടെ കടന്ന് ഇവിടെ എത്താനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആര് പറഞ്ഞു തരും? വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരും. ഓക്കെ. അതേ ഇലക്ട്രോൺ രണ്ടാമത്തെ സ്ലിറ്റിലൂടെ കടന്ന് ഇവിടെ എത്താനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. എന്നിട്ട് ഈ രണ്ട് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സും കൂട്ടണം. പ്രോബബിലിറ്റി അല്ല കൂട്ടേണ്ടത്, പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആണ് കൂട്ടേണ്ടത്. ഓക്കെ. ഈ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കൂട്ടി നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ടോട്ടൽ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. ഇതിന്റെ സ്ക്വയർ എടുത്താൽ ഒരു പോയിന്റിൽ ഇലക്ട്രോൺ എത്താനുള്ള പ്രോബബിലിറ്റി കിട്ടും. എനിക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഈ ഒരു പോയിന്റിൽ ഇലക്ട്രോൺ എത്താനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന ഇതാണ്: ഈ സ്ലിറ്റിലൂടെ കടന്ന് ഇവിടെ എത്താനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. ഓക്കെ. ഉദാഹരണത്തിന് ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ് ഈസ് -0.25, കാരണം പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സിന് നെഗറ്റീവ് ആകാം എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഈ സ്ലിറ്റിലൂടെ കടന്ന് ഇങ്ങോട്ട് എത്താനുള്ള പ്രോബബിലിറ്റിയും നമുക്ക് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കാം. ആര് പറഞ്ഞു തരും? വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരും. ഈ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ്സ് 0.25. ഓക്കെ. അങ്ങനെയാണ് ഇവിടെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്തായി? 0 ആയി. അപ്പൊ ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുക്കണം. പക്ഷെ 0ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0 തന്നെയാണ്. അതായത് ഈ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സ് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഓക്കെ. അതുകൊണ്ടാണ് രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഒരു സ്ലിറ്റ് തുറന്നു വെക്കുമ്പോഴുള്ള പെരുമാറ്റത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇലക്ട്രോൺ പെരുമാറുന്നത്. കാരണം രണ്ട് സാധ്യത ഉണ്ടെങ്കിൽ ഈ രണ്ട് സാധ്യതയ്ക്കും കറസ്പോണ്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്യണം എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സൂപ്പർ പൊസിഷൻ വളരെ ഫണ്ടമെന്റൽ ആണ്. കാരണം സൂപ്പർ പൊസിഷൻ പോലെ ഒരു കാര്യം ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള പാറ്റേൺ നമുക്ക് ഒരിക്കലും കിട്ടില്ല. സൂപ്പർ പൊസിഷൻ ഇല്ലാന്ന് കരുതുക, ഇലക്ട്രോൺ ഒരു സ്ലിറ്റിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. നമുക്കറിയില്ല, ഒന്നുകിൽ മുകളിലത്തെ സ്ലിറ്റിലൂടെ അല്ലെ താഴത്തെ സ്ലിറ്റിലൂടെ കടന്നു പോകാം എന്ന് കരുതുക. നമുക്കറിയില്ല ഏത് സ്ലിറ്റിലൂടെയാണ്. നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? ഒന്നുകിൽ ഈ സ്ലിറ്റിലൂടെ കടന്നു പോകും, അല്ലെങ്കിൽ ഈ സ്ലിറ്റിലൂടെ കടന്നു പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷ ചെയ്യുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ പാറ്റേൺ കിട്ടില്ല. നമുക്ക് കിട്ടാൻ പോകുന്ന പാറ്റേൺ ഈ രണ്ട് പാറ്റേൺസ് ചേർത്ത് വെച്ചാലുള്ള പാറ്റേൺ. ഓക്കെ. അതായത് ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ കിട്ടണമെങ്കിൽ ഇൻ സം സെൻസ് ദ ഇലക്ട്രോൺ ഹാസ് ടു പാസ് ത്രൂ ബോത്ത് സ്ലിറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അല്ലെങ്കിൽ രണ്ട് സ്ലിറ്റും ഉണ്ട് എന്നുള്ള കാര്യം ഇലക്ട്രോണിന്റെ ബിഹേവിയറിൽ എന്തോ മാറ്റം വരുത്തണം. ഓക്കെ. ക്വാണ്ടം മെക്കാനിക്സിൽ ഇതിൽ പറയുന്ന എക്സ്പ്ലനേഷൻ ആണ്: the electron is actually in a superposition of being in this beam and in this beam. രണ്ട് ബീമിലും അല്ലെങ്കിൽ രണ്ട് വഴികളിൽ കൂടെയും സഞ്ചരിക്കുന്ന ഇതിന്റെ ഒരു സൂപ്പർ പൊസിഷനിലാണ് ഇലക്ട്രോൺ ഉള്ളതെന്നാണ്. ഓക്കെ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ച് ഇന്നക്വറസീസ് അതിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ വഴികളെന്നും നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പറയില്ല, കാരണം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാത്ത് ഇല്ല. ഓക്കെ. വേണമെങ്കിൽ രണ്ട് ബീം എന്ന് പറയാം. റൈറ്റ്. ഒന്നുകിൽ ഈ രണ്ട് ബീമിലും ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥയിലാണ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ പ്രോബബിലിറ്റി 0 ആവും. ഞാൻ പറഞ്ഞു വരുന്നത് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി എന്നുള്ള ലാംഗ്വേജും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഓക്കെ. ഇനി മെഷർമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ആക്ച്വലി ഒരു മെഷർമെന്റ് നടക്കുന്നുണ്ട്. ഈ രണ്ട് സ്ലിറ്റിലൂടെയും ഇലക്ട്രോൺ കടന്നു വരുന്നു നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ ഒരു നിശ്ചിത പോയിന്റിൽ മാത്രമാണ് ഇലക്ട്രോൺ വീഴുന്നത്. ഇലക്ട്രോൺ കടന്നു വന്നു, സ്ക്രീനിൽ ഒരു ഡോട്ടാണ് ഉണ്ടാകുന്നത്. ഒരു ഇലക്ട്രോൺ എപ്പോഴും ഒരു ഡോട്ടാണ് ഉണ്ടാക്കുന്നത്, ഒന്നിലധികം ഡോട്ട്സ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ. അതായത് മെഷർമെന്റ് നടത്തുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. റൈറ്റ്. ഇത് വേറെ രീതിയിലും മനസ്സിലാക്കാം. നമ്മൾ ഇവിടെ ഈ ഇലക്ട്രോണിനെ മെഷർ ചെയ്യാൻ, സ്ലിറ്റിന്റെ ഇപ്പുറത്ത് ഇലക്ട്രോണിനെ മെഷർ ചെയ്യാൻ എന്തെങ്കിലും ഒരു മെഷർമെന്റ് ഡിവൈസ് വെക്കുകയാണെന്ന് കരുതുക. ഉദാഹരണത്തിന് ഇലക്ട്രോൺ ഏത് സ്ലിറ്റിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു പാർട്ടിക്കിൾ ഡിറ്റക്ടർ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. പാർട്ടിക്കിൾ ഡിറ്റക്ടറിന്റെ ഉദ്ദേശം ഇതാണ്: നമ്മുടെ അവകാശവാദം എന്താണ്? ഇലക്ട്രോൺ ഒരേ സമയം രണ്ട് സ്ലിറ്റിലൂടെയും കടന്നുപോയി. അങ്ങനെയാണെങ്കിൽ രണ്ട് പാർട്ടിക്കിൾ ഡിറ്റക്ടർ വയ്ക്കുകയാണ്, രണ്ട് പാർട്ടിക്കിൾ ഡിറ്റക്ടറും ക്ലിക്ക് ചെയ്യണം, അല്ലെ? കാരണം രണ്ട് സ്ലിറ്റിലൂടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് ഒരു പാർട്ടിക്കിൾ ഡിറ്റക്ടർ രണ്ട് സ്ലിറ്റിന്റെ അവിടെയും ഓരോ പാർട്ടിക്കിൾ ഡിറ്റക്ടർ വെക്കുകയാണെങ്കിൽ ഇതിലൊരു പാർട്ടിക്കിൾ ഡിറ്റക്ടറിൽ മാത്രമേ ഇലക്ട്രോൺ രജിസ്റ്റർ ആവുള്ളൂ. ഈ പാർട്ടിക്കിൾ ഡിറ്റക്ടറിനെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ ക്യാമറ എന്ന് വിളിക്കാം. നമ്മളിവിടെ രണ്ട് വീഡിയോ ക്യാമറാസ് വെക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ക്യാമറയിൽ മാത്രമേ ഇലക്ട്രോൺ റെക്കോർഡ് ആവുള്ളൂ. ഓക്കെ. പക്ഷെ അങ്ങനെ റെക്കോർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ നഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള പാറ്റേൺ കിട്ടില്ല. ഇതിനെ ഇന്റർഫറൻസ് പാറ്റേൺ എന്നാണ് വിളിക്കുന്നത്. ഈ പാറ്റേണിനെ ഇന്റർഫറൻസ് പാറ്റേൺ എന്നാണ് വിളിക്കുന്നത്. ഇന്റർഫറൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അതെന്താണെന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. കാരണം ലൈറ്റിന്റെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട്. പ്രകാശത്തെ രണ്ട് സ്ലിറ്റിലൂടെ കടത്തിവിട്ടാൽ കിട്ടുന്ന പാറ്റേണിന് സമാനമായിട്ടുള്ള പാറ്റേൺ ആണിത്. അതുകൊണ്ടാണ് ഇതിനെ ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ. ഏത് സ്ലിറ്റിലൂടെയാണ് കടന്നുപോയത് എന്ന് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ, എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പാറ്റേൺ നഷ്ടപ്പെടും. ഈ പാറ്റേൺ നഷ്ടപ്പെട്ടിട്ട് ഈ രണ്ട് പാറ്റേണിന്റെയും ആകെത്തുകയായിട്ടുള്ള പാറ്റേൺ കിട്ടും. അതായത് സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ടു എന്നർത്ഥം.
സൂപ്പർ പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുള്ളൂ. നമ്മൾ ഏത് സെറ്റിലൂടെ കടന്നുപോയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെടുകയും ഇന്റർഫറൻസ് പാറ്റേൺ കാണാതാവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് സൂപ്പർ പൊസിഷൻ ഫണ്ടമെന്റൽ ആണ്. ഓക്കെ, ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുസമ്മതി ഇല്ലാത്തൊരു കാര്യമാണ്. ശാസ്ത്രലോകത്ത് തന്നെ കൺസെൻസസ് ഇല്ലാത്തൊരു ഇഷ്യൂ ആണ്. അതായത് മാത്തമാറ്റിക്സ് വളരെ ക്ലിയർ ആണ്, ഏകദേശം ഞാൻ എഴുതിയ പോലത്തെ മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ ഈ മാത്തമാറ്റിക്സ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് കൺസെൻസസ് ഇല്ലാത്തൊരു ഇഷ്യൂ ആണ്. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള സാധ്യതകൾ, ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏത് ഇന്റർപ്രിറ്റേഷൻ ആണ് യഥാർത്ഥത്തിൽ ശരി, അല്ലെങ്കിൽ ഏത് ഫോർമുലേഷൻ ആണ് ശരിക്കും ഉള്ളത്, ശരിക്കും ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്നതെന്ന് നിലവിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, അടുത്ത ഫീച്ചറാണ് എൻറ്റാങ്കിൾമെന്റ്. റൈറ്റ്, അപ്പൊ എൻറ്റാങ്കിൾമെന്റിന് ഞാൻ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഇപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഇതിനെ സ്പിൻ അപ്പ് എന്ന് പറയും, സ്പിൻ അപ്പ്. ഇതിനെ സ്പിൻ ഡൗൺ എന്ന് പറയും. ഓക്കെ, ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ കറങ്ങുന്ന രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ്, പക്ഷെ തെറ്റാണ്. ഇലക്ട്രോണിന്റെ കറക്കമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന് സ്പിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓരോ ഇലക്ട്രോണും ഒരു ചെറിയ കാന്തം, ഒരു മാഗ്നറ്റ് പോലെയാണ് പെരുമാറുന്നത്. അത് ഇലക്ട്രോണിന്റെ എന്തെങ്കിലും റൊട്ടേഷനുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. പക്ഷെ റെപ്രസെന്റേറ്റീവ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയും. ഇപ്പൊ സ്പിൻ അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോണിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടത്തി വിടുകയാണെങ്കിൽ ഇലക്ട്രോൺ ഒരു മാഗ്നറ്റ് ആയതുകൊണ്ട് ഇത് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഒന്നുകിൽ മുകളിലേക്ക് ഡിഫ്ലക്ട് ആവും, അല്ലെങ്കിൽ താഴേക്ക് ഡിഫ്ലക്ട് ആവും. മുകളിലേക്ക് ഡിഫ്ലക്ട് ആവുന്ന ഇലക്ട്രോണിനെ നമുക്ക് സ്പിൻ അപ്പ് എന്ന് വിളിക്കാം, താഴേക്ക് ഡിഫ്ലക്ട് ആവുന്ന ഇലക്ട്രോണിനെ സ്പിൻ ഡൗൺ ഇലക്ട്രോൺ എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം രണ്ട് സാധ്യതകളേ ഉള്ളൂ എന്നുള്ളതാണ്. ഇലക്ട്രോണിന്റെ സ്പിൻ മെഷർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് മെഷർ ചെയ്യുമ്പോൾ രണ്ട് സാധ്യതകളേ ഉള്ളൂ എന്നാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് നമ്മൾ ഒന്നുകിൽ സ്പിൻ അപ്പ് അല്ലെങ്കിൽ സ്പിൻ ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സ്പിൻ അപ്പ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ആണ്. എന്റെ അർത്ഥം ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മെഷർമെന്റ് ഡിവൈസ് ആണ്, സ്പിൻ മെഷർ ചെയ്യാനുള്ള മെഷർമെന്റ് ഡിവൈസ് ആണ്. ഓക്കെ, ഈ മെഷർമെന്റ് ഡിവൈസിന്റെ പ്രത്യേകത ഇതാണ്. ഇവിടെ ഒരു സൂചി ഉണ്ട്. ഓക്കെ, സ്പിൻ അപ്പ് ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സൂചി അപ്പ് എന്നുള്ള പോയിന്റിലേക്ക് നീങ്ങും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് വോൾട്ട് മീറ്റർ ഓർ അനോമീറ്റർ. ഓക്കെ, കൃത്യമായിട്ട് ഇങ്ങനെയുള്ള അപ്പാരറ്റസ് ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ദിസ് ഇസ് ജസ്റ്റ് എ റെപ്രസെന്റേഷൻ. ഓക്കെ, മെഷർമെന്റ് പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത്. അതേസമയം സ്പിൻ ഡൗണിലുള്ള ഇലക്ട്രോണിനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള സൂചി സ്പിൻ ഡൗൺ എന്നുള്ള നൊട്ടേഷനിലേക്ക് മാറും. റൈറ്റ്, അതായത് ഈ മെഷർമെന്റ് അപ്പാരറ്റസ് സ്പിൻ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആണ്. അപ്പ് സ്പിൻ ആണോ ഡൗൺ സ്പിൻ ആണോ എന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇത് ഇലക്ട്രോണിന്റെ പോസിബിൾ സ്റ്റേറ്റ് ആണ്, ഇതും ഇലക്ട്രോണിന്റെ പോസിബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ ഇതിൽ രണ്ടിലും ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന്റെ പോസിബിൾ സ്റ്റേറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ, ഇങ്ങനെ സൂപ്പർ പോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ ഈ മെഷർമെന്റ് അപ്പാരറ്റസ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യം ഇതാണ്. ഇങ്ങനെ സൂപ്പർ പോസ്റ്റ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പറയാം, അതായത് ഈ മെഷർമെന്റ് അപ്പാരറ്റസ് സൂപ്പർ പൊസിഷനുള്ള ഈ സാധ്യതയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പ് സ്പിൻ എന്ന് കിട്ടും. അതേസമയം അത് ഈ സാധ്യതയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡൗൺ സ്പിൻ എന്നുള്ള റിസൾട്ടാണ് കിട്ടുക. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ മെഷർമെന്റ് അപ്പാരറ്റസ് ഇലക്ട്രോണിന്റെ സ്റ്റേറ്റിലുള്ള രണ്ട് സാധ്യതകളുണ്ടല്ലോ, ഈ സാധ്യതകളോട് വ്യത്യസ്തമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സൂപ്പർ പൊസിഷനിലുള്ള ഇലക്ട്രോൺ ഉണ്ട്, അത് ഒന്നിലധികം അവസ്ഥകളിൽ ഒരുമിച്ചായിരിക്കും. ഈ ഒന്നിലധികമുള്ള അവസ്ഥകളിൽ ഓരോ അവസ്ഥയോടും വ്യത്യസ്തമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ ഇലക്ട്രോൺ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അത് എത്തുമെന്നാണ്. അതായത് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇലക്ട്രോണിനും ഈ മെഷർമെന്റ് അപ്പാരറ്റസിനും വേറെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇല്ല, വേറെ സ്റ്റേറ്റ് ഇല്ല. പകരം എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടും കൂടെ ഒരു കോമ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് മാറും എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷന്റെ പേര് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്നാണ്. ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ് വേവ് ഫംഗ്ഷൻ, ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് സമയത്തിൽ എങ്ങനെ മാറുന്നു എന്നുള്ളതിനെ വിവരിക്കുന്നത്, എന്നുള്ളതിനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഷ്രോഡിംഗർ ഇക്വേഷൻ. അപ്പൊ ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്ന ഇതാണ്, ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ നടത്തുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഇവല്യൂഷൻ ഈ രീതിയിലായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ വേവ് ഫംഗ്ഷൻ കുറച്ചുകൂടെ വലുതായി, വേവ് ഫംഗ്ഷന്റെ ഒരു ബ്രാഞ്ചിൽ സ്പിൻ അപ്പ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണും
ഇലക്ട്രോണിനെ സ്പിൻ അപ്പ് സ്റ്റേറ്റിൽ മെഷർ ചെയ്ത മെഷർമെന്റ് അപ്പാരറ്റസുമായി. രണ്ടാമത്തെ ബ്രാഞ്ചിൽ എന്തായി? സ്പിൻ ഡൗൺ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ സ്പിൻ ഡൗൺ സ്റ്റേറ്റിൽ മെഷർ ചെയ്ത സ്റ്റേറ്റിലുള്ള മെഷർമെന്റ് അപ്പാരറ്റസുമായി. ഓക്കെ, ഇത്തരം സ്റ്റേറ്റ്സിനെയാണ് എൻടാങ്കിൾഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. എൻടാങ്കിൾഡ് സ്റ്റേറ്റ്സ്. ഇതൊരു എൻടാങ്കിൾഡ് സ്റ്റേറ്റിന് ഉദാഹരണമാണ്. ഒറ്റ ഇലക്ട്രോൺ, അതായത് ഇപ്പൊ ഈ എൻടാങ്കിൾഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്ലസ് മെഷർമെന്റ് അപ്പാരറ്റസ്, ഈ രണ്ട് കാര്യങ്ങളുടെയും കോമ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഓരോ പാർട്ടിക്കിളിനും തന്നെ വേവ് ഫംഗ്ഷൻ ഇല്ല. ഒന്നിലധികം പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഒന്നിലധികം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഈ ഒബ്ജക്റ്റിന് എല്ലാം കൂടെ ഒരൊറ്റ വേവ് ഫംഗ്ഷൻ ആണ് ഉള്ളതെന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേവ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, പ്രോബബിലിറ്റി പറഞ്ഞിരുന്നു. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ? രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞിരുന്ന പ്രോബബിലിറ്റീസ് എങ്ങനെയാണ്? ആദ്യത്തെ പാർട്ടിക്കിളിന് ഇവിടെയും രണ്ടാമത്തെ പാർട്ടിക്കിളിന് ഇവിടെയും കാണാനുള്ള പ്രോബബിലിറ്റി എന്താന്ന് പറഞ്ഞു. ഓരോ പാർട്ടിക്കിളിന്റെ സെപ്പറേറ്റ് ആയിട്ടില്ല. അതുപോലെ ആദ്യത്തെ പാർട്ടിക്കിൾ ഇവിടെയും രണ്ടാമത്തെ പാർട്ടിക്കിൾ ഇവിടെയും ആകാനുള്ള പ്രോബബിലിറ്റി, അതായത് രണ്ട് പാർട്ടിക്കിളിന്റെ കൂടെ പ്രോബബിലിറ്റി ആണ് വേവ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നത്. ഇതിനൊരു കോമ്പോസിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എൻടാങ്കിൾഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എൻടാങ്കിൾമെന്റിന്റെ ഐഡിയ വ്യക്തമായെന്ന് കരുതുന്നു. ഇതൊരു എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്. എൻടാങ്കിൾമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആയതായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതും പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്. ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചാണ് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം സമയത്തിൽ ഇവോൾവ് ചെയ്യുന്നത്. സമയത്തിലുള്ള പരിണാമത്തെ ഗവേൺ ചെയ്യുന്ന നിയമം ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ്. ഓക്കെ, പക്ഷെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് നടക്കും എന്നുള്ളത് ഷ്രോഡിംഗർ ഇക്വേഷൻ പറഞ്ഞു തരുന്നില്ല. അതായത് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിൽ ടൈം എവല്യൂഷനെ സംബന്ധിച്ച് രണ്ട് നിയമങ്ങളുണ്ട്. നമ്മൾ മെഷർ ചെയ്യാത്തപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യും, മെഷർ ചെയ്യുമ്പോൾ വേറെന്തോ സംഭവിക്കും, അല്ലെ? ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങും. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് പക്ഷെ ശരിക്കും പറഞ്ഞു ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ പറയുന്നത് ഒരവസ്ഥയിലേക്ക് ചുരുങ്ങും എന്നല്ല, ഇലക്ട്രോണും അതുപോലെ ഈ മെഷർമെന്റ് അപ്പാരറ്റസും കൂടെ ഒരുമിച്ച് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സൂപ്പർപോസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും എന്നാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ മെഷർമെന്റ് നടത്തുമ്പോൾ ഇത് സംഭവിക്കും എന്നാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, ഈ പോയിന്റിലാണ് ഇന്റർപ്രിറ്റേഷൻ കടന്നു വരുന്നത്. ഇങ്ങനെ ആയി കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിക്കുന്നു, വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. റൈറ്റ്, ഇവിടെയാണ് പല ഇന്റർപ്രിറ്റേഷൻ ഉള്ളത്. ഇപ്പൊ ചില ഇന്റർപ്രിറ്റേഷൻസ് പറയുന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ, ഈ എൻടാങ്കിൾമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇങ്ങനെ മെഷർമെന്റ് അപ്പാരറ്റസ് ആയിട്ട് എൻടാങ്കിൾമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേവ് ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങും. ഒന്നുകിൽ ഈ സാധ്യതയിലേക്ക് കൊളാപ്സ് ചെയ്യും, അല്ലെങ്കിൽ ഈ സാധ്യതയിലേക്ക് കൊളാപ്സ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ പല തരത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. അതിൽ കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ഇന്റർപ്രിറ്റേഷന്റെ ബേസിക് ഐഡിയ ഇതാണ്. ഈ മെഷർമെന്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഇതൊരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള മെഷർമെന്റ് അപ്പാരറ്റസുമായിട്ട് എൻടാങ്കിൾഡ് ആകുമ്പോൾ അതിന്റെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യും. ഈ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യും എന്നുള്ളതാണ്. കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ അനുസരിച്ച് ഇങ്ങനെ സംഭവിച്ചു എൻടാങ്കിൾമെന്റിലേക്ക് ആയിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സംഭവിക്കുന്നത് ഒന്നുകിൽ ഈ സാധ്യതയിൽ വേവ് ഫംഗ്ഷൻ ഒന്നുകിൽ ഈ സാധ്യതയിലേക്ക് ചുരുങ്ങും, അല്ലെങ്കിൽ ഈ സാധ്യതയിലേക്ക് ചുരുങ്ങും, ബാക്കി സാധ്യത ഇല്ലാതാകും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ വരയ്ക്കുന്നില്ല, ഇതിലേതെങ്കിലും ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങും എന്നുള്ളതാണ്. ഇതാണ് കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ പറയുന്നത്. ഇനി ഇതല്ലാതെ മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. ഈ ഇന്റർപ്രിറ്റേഷൻ അനുസരിച്ച് ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചാണ് എപ്പോഴും വേവ് ഫംഗ്ഷൻ ഇവോൾവ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് സാധ്യതയും നിലനിൽക്കും, ഈ സാധ്യത ഇല്ലാതായി പോകുന്നില്ല എന്നാണ് മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ. രണ്ട് സാധ്യതയുണ്ട്, പക്ഷെ ഈ രണ്ട് സാധ്യതയും സംഭവിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ വേറെ വേറെ ബ്രാഞ്ചസിലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ സൂപ്പർ പൊസിഷൻ സത്യമാണ്. എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ വേൾഡും കൂടെ സൂപ്പർ പൊസിഷനിലേക്ക് പോകും എന്നാണ് മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ പറയുന്നത്. ഓക്കെ, അതായത് ഓരോ സെക്കൻഡിലും നമ്മുടെ തന്നെ പല പല വേർഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ പറയുന്നത്. ഓക്കെ, മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻ ആണ്. അതായത് ഇലക്ട്രോണിന് സൂപ്പർ പോസ്റ്റ് സ്റ്റേറ്റിലാകാം എങ്കിൽ, ഇലക്ട്രോണിന് സൂപ്പർ പൊസിഷനിലാകാം എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും സൂപ്പർ പൊസിഷനിലാവാം, അല്ലെ? ഈ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് മാത്രം സൂപ്പർ പൊസിഷനിലാവില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇലക്ട്രോണിന് സൂപ്പർ പൊസിഷനിലാകാം എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൂടെ അക്സെപ്റ്റ് ചെയ്യണം? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സും സൂപ്പർ പൊസിഷനിലാകും എന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇതിനെ മെനി വേൾഡ്സ് ഹ്യൂ എവററ്റ് അല്ലെ എവററ്റിയൻ ഫോർമുലേഷൻ പറയും. ഇന്റർപ്രിറ്റേഷൻ എന്നുള്ള വാക്ക് അത്ര അക്യുറേറ്റ് അല്ല, ക്വാണ്ടം മെക്കാനിക്സിന്റെ തന്നെ വേറെ ഫോർമുലേഷൻ ആണ്. ഹ്യൂ എവററ്റ് ആണ് ഇത് മുന്നോട്ട് വെച്ചത്. എവററ്റിയൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓക്കെ, അല്ലെ എവററ്റിയൻ ഫോർമുലേഷൻ എന്ന് വിളിക്കാം.
എവററ്റിയൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഷ്രോഡിംഗർ ഇക്വേഷൻ മാത്രം മതി, വേറെ ടൈം എവല്യൂഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് മാത്രം ഇവോൾവ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒബ്സർവ്ഡ് റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷന്റെ അതേ റിസൾട്ട് തന്നെയാണ് എവററ്റിയൻ ഇന്റർപ്രിറ്റേഷനും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലാകെയുള്ള കാര്യം, ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രാഞ്ചസ് തമ്മിൽ ഇന്ററാക്ഷൻസ് പോസിബിൾ അല്ല എന്നുള്ളതാണ്. അത് മാത്തമാറ്റിക്കലി നമുക്ക് കാണിക്കാൻ കഴിയുന്ന കാര്യമാണ്. വ്യത്യസ്ത ബ്രാഞ്ചസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പോസിബിൾ അല്ല എന്നുള്ളത്. അതായത് യൂണിവേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയെന്ന് കരുതുക. ഓക്കെ, ഒരു ബ്രാഞ്ചിൽ എൻ്റെ ഒരു വേർഷൻ ഉണ്ടാവും, രണ്ടാമത്തെ ബ്രാഞ്ചിൽ എൻ്റെ വേറെ വേർഷൻ ഉണ്ടാവും. ഈ വേർഷൻസിന് തമ്മിൽ പിന്നെ പരസ്പരം സംസാരിക്കാനോ കണ്ടുമുട്ടാനോ ഇന്ററാക്ട് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ടെക്നിക്കൽ ലാംഗ്വേജിൽ ദീസ് ആർ ഓർത്തോഗണൽ സ്റ്റേറ്റ്സ് എന്ന് പറയും. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോഗണൽ സ്റ്റേറ്റ്സ് ഇസ് ദ വേർഡ്. അതായത് രണ്ട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ബ്രാഞ്ചസും ഓർത്തോഗണൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇന്റർപ്രിറ്റേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ സൂപ്പർ പൊസിഷൻ ആണ്. അതായത് ഒന്നിലധികം അലൗഡ് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ എല്ലാ സ്റ്റേറ്റിലും ഒരുമിച്ച് അയക്കുക എന്ന് പറയുന്നതും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ അലൗഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ മെഷർമെന്റ് പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെ മെഷർമെന്റ് പ്രോബ്ലത്തെ കുറിച്ച് പറഞ്ഞു. മെഷർമെന്റ് പ്രോബ്ലം പറയുന്നത് ഇലക്ട്രോൺ നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള അവസ്ഥകളിലേക്ക്, സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലേക്ക് മാറുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ മെഷർമെന്റ് നടത്തുമ്പോൾ ഇലക്ട്രോണിന്റെ സ്റ്റേറ്റിനൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. വേവ് ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് നിശ്ചിത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിശ്ചിത ഊർജ്ജ നിലകളിൽ അല്ലെങ്കിൽ നിശ്ചിത മൊമെന്റം മെഷർ ചെയ്യാനുള്ള സംഭാവ്യത. റൈറ്റ്, ഉദാഹരണത്തിന് സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വേവ് ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് നിശ്ചിത സ്ഥലങ്ങളിൽ ഇലക്ട്രോണുകളെ കാണാനുള്ള സംഭാവ്യതയാണ്. അതായത് വേവ് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഇതാണ്, സ്പേസിലുള്ള ഓരോ പോയിന്റിനും ഒരു നമ്പർ അസൈൻ ചെയ്യും. ഈ നമ്പറിനെയാണ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓരോ മെഷർമെന്റ് ഔട്ട്കമ്മിനും ഒരു നമ്പർ അസൈൻ ചെയ്യും. ഈ നമ്പറിനെയാണ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എടുത്താൽ മതി. ദിസ് ഇസ് ക്വാണ്ടം മെക്കാനിക്സ്. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി നമുക്ക് ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് നടത്തുമ്പോൾ കൃത്യമായും ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരുന്നതെന്ന് കാണാൻ കഴിയും. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ സാധാരണ നമ്മൾ ക്ലാസ്സുകളിൽ ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ ഇന്റർപ്രിറ്റേഷനെ കുറിച്ചൊന്നും പറയാറില്ല. വി ജസ്റ്റ് ടീച്ച് ദം ദ റൂൾസ്. ഇതൊക്കെയാണ് റൂൾസ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെയാണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഇതിന്റെ ഇന്റർപ്രിറ്റേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് പൊതുവെ നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിക്കാറില്ല. കാരണം അത് പലരും കാണുന്നത് സമയനഷ്ടമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് ആൾക്കാർ, അതായത് ഫിസിസിസ്റ്റിൽ തന്നെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർ അത്ര ബോധേഡല്ല. കാരണം ഇത് കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രോബബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അതേസമയം ഇത് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫണ്ടമെന്റൽ ആയിട്ടൊരു തിയറിയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം ക്വാണ്ടം മെക്കാനിക്സ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അടിസ്ഥാന നിയമം യഥാർത്ഥത്തിൽ നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാനും കൂടെ ശ്രമിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഈ ഇന്റർപ്രിറ്റേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ശരിയാവാൻ സാധ്യതയുമുള്ള പല ഇന്റർപ്രിറ്റേഷൻസും ഉണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്ന് മാത്രം. അതിന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന് കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ, മറ്റൊന്ന് മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ. ക്വാണ്ടം നോൺസെൻസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏത് നോൺസെൻസ് ആണ് അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ള വലിയ പ്രശ്നമാണ്. കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇൻഫിനിറ്റ്. നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇപ്പം നേരത്തെ ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞ പോലെ ഗൂഗിളിൽ വെറുതെ ക്വാണ്ടം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇൻഫിനിറ്റ് ഞാൻ വെറുതെ ഫിഗറേറ്റീവ്ലി പറഞ്ഞു എന്നേ ഉള്ളൂ, വളരെയധികം നോൺസെൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയില്ല, സമയത്തിന്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൂന്ന് ഭാഗങ്ങളായിട്ട് ചോദിക്കാം. ഒന്ന് കാപ്ര, പിന്നെ ഒന്ന് ചോപ്ര, പിന്നെ വേദിക് സയൻസ്. ഓക്കെ, അപ്പൊ ആദ്യം കാപ്രയിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ മിക്ക ആൾക്കാരും ഫ്രിഡ്ജോഫ് കാപ്ര എന്ന് പറഞ്ഞ എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് താവോ ഫിസിക്സ്. താവോ എന്നാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. തിങ്ക് ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ഡൗ ഓർ സംതിങ്, ഡൗ ഓഫ് ഫിസിക്സ്. ഓക്കെ, അപ്പൊ അതിൽ ബുക്കിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അതിൽ പറയുന്നത് ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് ദ പാരലൽസ് ബിറ്റ്വീൻ മോഡേൺ ഫിസിക്സ് ആൻഡ് ഈസ്റ്റേൺ മിസ്റ്റിസിസം. ഈസ്റ്റേൺ മിസ്റ്റിസിസം പൗരസ്ത്യ ആത്മീയത ഉണ്ട് അല്ലെ, നമ്മുടെ ബുദ്ധിസം ഉണ്ട്, ഹിന്ദുയിസത്തിന്റെ പല പല ട്രഡീഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതും ക്വാണ്ടം ഫിസിക്സ്, അതായത് മോഡേൺ ഫിസിക്സും തമ്മിൽ എന്തൊക്കെയോ പാരലൽസ് ഉണ്ട് എന്നുള്ളതാണ് കാപ്രയുടെ മെയിൻ ആയിട്ടുള്ള തീസിസ് ഈ പുസ്തകത്തിൽ. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് മാത്രം ഞാൻ പറയാം. അത് അസോസിയേറ്റീവ് റീസണിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഒരു ഫിസിസിസ്റ്റ് പറയുന്ന ഒരു സെന്റൻസ് എടുക്കുക, എന്നിട്ട് വേറൊരു മിസ്റ്റിക് ഇത് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരാൾ പറയുന്ന സെന്റൻസ് എടുക്കുക, എന്നിട്ട് ഇത് രണ്ടും ഒരുപോലെ ഇല്ലേ, ഒരുപോലെ ഉള്ളതുകൊണ്ട് ഇത് ഒരേപോലെയുള്ള കാര്യമായിരിക്കും എന്നുള്ള രീതിയിലാണ് അസോസിയേറ്റീവ് റീസണിങ് എന്നാണ് ഇതിന് പറയുക. അതൊരു ലോജിക്കൽ ആർഗ്യുമെന്റ് അല്ല. റൈറ്റ്, അതുകൊണ്ട് തന്നെ പലപ്പോഴും അസോസിയേറ്റീവ് റീസണിങ് നോൺസെൻസിലേക്കാണ് എത്തിക്കുക. ഉദാഹരണത്തിന് ഞാൻ അസോസിയേറ്റീവ് റീസണിങ്ങിന് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്കറിയാം സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട്. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ആറ്റത്തിനെ കുറിച്ച് റൂദർഫോർഡ് ആറ്റം മോഡൽ നോക്കുമ്പോൾ റൂദർഫോർഡ് ആറ്റം മോഡലിൽ പറയുന്നതും നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് എന്നൊക്കെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് അസോസിയേറ്റീവ് റീസണിങ്. അവിടെ പറയുന്ന ഇവിടെ പറയുന്ന സിമിലർ ആണ്, അതുകൊണ്ട് ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ആർഗ്യുമെന്റിനെയാണ് അസോസിയേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് റീസണിങ് ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് അല്ല. ഇപ്പൊ ഈ പുസ്തകം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ ഇങ്ങനെ ഒരുപാട് കോട്ട്സ് ആണുള്ളത്. സയന്റിസ്റ്റിന്റെ കോട്ട് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ വേറൊരു മിസ്റ്റിക്, ഒരു സെൻ ഗുരുവോ അല്ലെങ്കിൽ താടി വെച്ച വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്നിട്ട് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ബേസ്. അതുകൊണ്ട് തന്നെ ലോജിക്കൽ ആർഗ്യുമെന്റ് അല്ല, ഒരു സർഫസ് ലെവൽ ഉപരിപ്ലവമായിട്ടുള്ള ഒരു അസോസിയേറ്റീവ് റീസണിങ് ആണ്. അതുകൊണ്ട് തന്നെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഈ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞതിനെ കാറ്റപ്പോൾട്ട് ചെയ്ത ഒരു പുസ്തകമായിരുന്നു ഈ ടവർ ഫിസിക്സ് എന്ന് പറയുന്നത്. ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി, നവയുഗ ആത്മീയത എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നില്ല, പക്ഷെ അതിനെ ഫ്യൂൽ ചെയ്ത ഒരു പുസ്തകമായിരുന്നു ടവർ ഫിസിക്സ്. അപ്പൊ അവിടെ പറയുന്നത് ഈ ഈസ്റ്റേൺ മിസ്റ്റിക്കൽ ട്രഡീഷൻസ് ഉണ്ട്, മോഡേൺ ഫിസിക്സ് ഇതേ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത് എന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഇതിലുള്ള പ്രശ്നത്തിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രം പറയാം. ഇതിൽ ഇദ്ദേഹം പാർട്ടിക്കിൾ ഫിസിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ബൂട്ട് സ്ട്രാപ്പ് മോഡൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് ശരിയല്ല നമുക്കറിയാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡലാണ്. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ബൂട്ട് സ്ട്രാപ്പ് മോഡൽ പ്രത്യേകിച്ച് അദ്ദേഹം ഈ പുസ്തകം ആദ്യത്തെ എഡിഷനൊക്കെ ഇറങ്ങിയ സമയത്ത് എന്താണ് ഫാഷനബിൾ ആയിരുന്ന ഒരു മോഡലാണ് ബൂട്ട് സ്ട്രാപ്പ് മോഡൽ. ഈ ഹാഡ്രോൺസ്, സ്ട്രോങ്ലി ഇന്ററാക്ടിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു തിയറി എന്നുള്ള നിലയിലാണ്. അപ്പൊ അവിടെ ആ ബൂട്ട് സ്ട്രാപ്പ് മോഡലിൽ പറയുന്ന ഇതാണ്, ഈ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, എല്ലാ പാർട്ടിക്കിൾസും കോമ്പോസിറ്റ് ആണ്, ഒന്നും മറ്റൊന്നിനേക്കാളും ഫണ്ടമെന്റൽ അല്ല. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നല്ല ഫീലിംഗ് ഒക്കെ കിട്ടുന്ന, അല്ലെ, ഡെമോക്രസി എന്നൊക്കെ നമുക്ക് തോന്നുന്ന ആ രീതിയിലുള്ള ഒരു കാര്യമാണ്. എല്ലാ പാർട്ടിക്കിൾസും കോമ്പോസിറ്റ് ആണ്, ഒന്നും മറ്റൊന്നിനേക്കാളും ഫണ്ടമെന്റൽ അല്ല, ഓരോ പാർട്ടിക്കിൾസും മറ്റെല്ലാ പാർട്ടിക്കിൾസും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിദ്ധാന്തമാണ്. അക്കാലത്ത് അതാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈസ്റ്റേൺ മിസ്റ്റിക്കൽ ട്രഡീഷൻസുമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയും. കാരണം ഇങ്ങനെയുള്ള സെന്റൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്, ഞാൻ തന്നെയാണ് പ്രപഞ്ചം, പ്രപഞ്ചം എല്ലാം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഞാനും പ്രപഞ്ചം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈസ്റ്റേൺ മിസ്റ്റിക്കൽ ട്രഡീഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നതൊക്കെ കാപ്ര ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ തീസിസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ഈ ബൂട്ട് സ്ട്രാപ്പ് മോഡലിന് മിസ്റ്റിക്കൽ ട്രഡീഷൻസുമായിട്ടുള്ള സിമിലാരിറ്റി വെച്ചാണ് ആർഗ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതായത് ദർ ഇസ് നോ ബോട്ടം ലെവൽ, നോ എലിമെന്ററി ബിൽഡിംഗ് ബ്ലോക്സ്, ജസ്റ്റ് എ സെൽഫ് കൺസിസ്റ്റന്റ് വെബ് ഓഫ് മ്യൂച്വൽ റിലേഷൻഷിപ്സ്. മനുഷ്യനും പ്രപഞ്ചവും പോലെ, മനുഷ്യനെയും പ്രപഞ്ചത്തെയും കുറിച്ച് മിസ്റ്റിക്കൽ ആയിട്ടുള്ള ആശയങ്ങൾ പറയുന്ന രീതിയിലുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് നമുക്ക് എന്താ അറിയാം, ഞാനത് എഴുതിയിട്ടില്ല, ഇന്ന് നമുക്ക് എന്താ അറിയാം, ബൂട്ട് സ്ട്രാപ്പ് മോഡല് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലാണ്. സ്റ്റാൻഡേർഡ് മോഡൽ വളരെ സക്സസ്ഫുൾ ആണ്. ബൂട്ട് സ്ട്രാപ്പ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത പല കാര്യങ്ങളും സ്റ്റാൻഡേർഡ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് മോഡലിൽ ദർ ആർ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ്. നമുക്കറിയാം ക്വാർക്കുകളും ലെപ്റ്റോണുകളും. ന്യൂക്ലിയസിനുള്ള എല്ലാ പാർട്ടിക്കിളാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും അതിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാർക്സ് പോലുള്ള ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ബാക്കിയെല്ലാം എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഫീൽ ചെയ്യാത്ത പാർട്ടിക്കിൾസിൻ്റെയാണ് ലെപ്റ്റോൺസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് എന്താണ്, അത് മോഡേൺ ഫിസിക്സിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിനെ എന്താണ് കോൺട്രഡിക്ട് ചെയ്യുന്ന റിസൾട്ട് ഒന്നും ഇതുവരെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലുള്ള എക്സ്പീരിയൻസിൽ ഹൈ എനർജീസിൽ നമ്മൾ എക്സ്പീരിയൻസ് എടുത്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് മോഡൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള തിയറിയാണ്. അപ്പൊ ബൂട്ട് സ്ട്രാപ്പ് മോഡല് ഇദ്ദേഹം പറയുന്ന ഈസ്റ്റേൺ മിസ്റ്റിസിസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് മോഡലിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം സ്റ്റാൻഡേർഡ് മോഡൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. സ്റ്റാൻഡേർഡ് മോഡൽ പറയുന്ന ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട് എന്നാണ്, എലിമെന്ററി പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ്. പക്ഷെ പുതിയ എഡിഷനിൽ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യും, അപ്പൊ സാധാരണ ഈ ബൂട്ട് സ്ട്രാപ്പ് മോഡലാണ് ശരിയെന്ന് ഭാവിയിൽ തെളിഞ്ഞിരുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പൊ എന്ത് പറയും, ഞാൻ പറഞ്ഞു ശരിയായെന്ന് പറയും. ഓക്കെ, അങ്ങനെ പറയുന്ന ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൂടെ പറയണം, ബൂട്ട് സ്ട്രാപ്പ് മോഡല് തെറ്റാണ്, അത് ശരിയല്ല എന്ന് നമുക്ക് ഇന്നറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ പാരലൽസ് അത്ര അക്യുറേറ്റ് അല്ല. ഓക്കെ, ഐ തിങ്ക് ഐ വാസ് റോങ് എന്ന് പറയണം. പക്ഷെ ഈ സ്യൂഡോ സയൻസ് പറയുന്ന ആരും ഒരിക്കലും ഈ ഒരു കാര്യം ഏറ്റെടുക്കില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കണക്ഷൻസ് നിലനിൽക്കുന്നില്ല എന്ന് പറയില്ല. നമ്മളൊരു സയന്റിഫിക് തിയറി ആയിട്ടാണ് ഇതിനെ എടുക്കുന്നതെങ്കിൽ അതെന്നെ ഡീബങ്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് സയന്റിഫിക് ഹൈപ്പോത്തിസിസ് എന്ന നിലയിൽ പരിഗണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് ഓൾറെഡി ഡീബങ്ക്ഡ്. ഇറ്റ് ജസ്റ്റ് ഡസന്റ് വർക്ക്. ഓൾറൈറ്റ്, അപ്പൊ ഈ അസോസിയേറ്റീവ് റീസണിങ് വാക്കിയില്ല. പക്ഷെ അസോസിയേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത് പൊതുവെ സ്യൂഡോ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാർ, സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ അസോസിയേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇതും അതും ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ഇത് അതാണ്. ക്വാണ്ടം മെക്കാനിക്സ് വളരെ കൺഫ്യൂസിങ് ആണ്, നമുക്ക് പലർക്കും മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് മാജിക്കൽ. ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഏറെക്കുറെ മാജിക്കലാണ്. അതുകൊണ്ട് നമ്മുടെ ലോകം മാജിക്കലാണ്, മിസ്റ്റിക് ആയിട്ടുള്ള മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നൊക്കെയുള്ള ടൈപ്പ് ആർഗ്യുമെന്റ് ആണ്. അപ്പോ കാപ്രയുടെ ഈ ഒരു കാപ്ര ശരിക്കും അത്ര സ്ട്രോങ് ആയിട്ട് അങ്ങനെ ആർഗ്യുമെന്റ്സ് ഇതിങ്ങനെ പാരലൽസ് ഉണ്ട്, കൊള്ളാം, രണ്ടും കൊള്ളാം എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ദീപക് ചോപ്ര വേറെ ലെവലിലേക്കുണ്ട്. ദീപക് ചോപ്രയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദീപക് ചോപ്ര എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് എനിക്കറിയില്ല, കുറെ എണ്ണം എഴുതിയിട്ടുണ്ട്. പക്ഷെ 100-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്, കൃത്യം അറിയില്ല കേട്ടോ. അതിൽ 2 പുസ്തകങ്ങളുടെ ചിത്രം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ക്വാണ്ടം ഹീലിംഗ്, എക്സ്പ്ലോറിംഗ് ദ ഫ്രോണ്ടിയേഴ്സ് ഓഫ് മൈൻഡ് ബോഡി മെഡിസിൻ. അതുപോലെ ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ്, ക്വാണ്ടം ഓൾട്ടർനേറ്റീവ് ടു ഗ്രോയിങ് ഓൾഡ്. അപ്പൊ ഈ ക്വാണ്ടം വെച്ചുള്ള കളിയാണ് കൂടുതലും. അപ്പൊ ഇദ്ദേഹവും ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഈസ്റ്റേൺ മിസ്റ്റിക് ആയിട്ടുള്ള ആശയങ്ങളെ പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഈ ആശയങ്ങളെ ക്വാണ്ടം മെക്കാനിക്സ്, മോഡേൺ ഫിസിക്സ് ശരിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആശയങ്ങൾ ശരിയാണ്, മിസ്റ്റിക്കൽ ട്രഡീഷൻസ് ശരിയാണെന്ന് ക്വാണ്ടം മെക്കാനിക്സ് പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് നിർത്തുന്നില്ല. ഇവിടെ പറയുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രായമാകുന്നതിനെ തടയാം, ഏജ്ലെസ് ബോഡി, അതുപോലെ നമ്മുടെ ശരീരത്തിലെ മോളിക്കുലർ ലെവലിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തി ഹീലിംഗിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് വിചിത്രമാണ്. ഇദ്ദേഹം പറയുന്നത് അത് ശരിക്കും ഇദ്ദേഹത്തെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, ചില ഫിസിസിസ്റ്റിന് പറ്റിയൊരു അബദ്ധവും കൂടെയാണ്. അതായത് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ്, മെഷർമെന്റ് പ്രോബ്ലം, ഇതൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുറച്ച് കാലത്തേക്കെങ്കിലും, കുറച്ച് സമയത്തേക്കെങ്കിലും യൂജീൻ വിഗ്നറിനെ പോലുള്ള ഫിസിസിസ്റ്റ്സ് കോൺഷ്യസ്നെസ്സുമായിട്ട് ഇതിനെന്തോ ബന്ധമുണ്ട് എന്നുള്ള സ്പെക്കുലേഷൻസ് നടത്തിയിരുന്നു. അതായത് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് നടക്കുന്നത് ഒബ്സർവറിന്റെ കോൺഷ്യസ്നെസ്സിൽ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട് രജിസ്റ്റർ ആകുമ്പോഴാണ് എന്ന നിലയിലുള്ള രീതിയിൽ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഡ്യുവലിസ്റ്റ് ഐഡിയ ആണ്. അതായത് മെറ്റീരിയൽ വേൾഡ് മാത്രമല്ല, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന വേറൊരു വേൾഡും കൂടെ ഉണ്ട്. ഈ കോൺഷ്യസ്നെസ്സിൽ ഈ റിസൾട്ട് രജിസ്റ്റർ ആകുമ്പോഴാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആകുന്നത് എന്ന മട്ടിൽ ചില, കാരണം അന്ന് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു, ഇതിനൊക്കെ എങ്ങനെ വിശദീകരിക്കണം എന്ന് അറിയില്ല. സോ പീപ്പിൾ ട്രൈ ഡിഫറെന്റ് തിങ്സ്. ഇതും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് യൂജീൻ വിഗ്നർ തന്നെ, അല്ലെ ഷ്രോഡിംഗർ, അതുപോലുള്ള ആൾക്കാർ തന്നെ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലത്തിലേക്ക് എത്തിക്കില്ല എന്ന് മാത്രമല്ല, കോൺഷ്യസ്നെസ് എന്താണ് എന്നുള്ളത് തന്നെ വെൽ ഡിഫൈൻഡ് അല്ല. അത് എങ്ങനെയാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് നടത്തുന്നത് എന്നുള്ളതും വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാത്തൊരു കാര്യത്തിനെ ഒട്ടും അറിയാത്ത വേറൊരു കാര്യം കൊണ്ട് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അത് നമ്മുടെ തിയറിയിൽ അനാവശ്യമായിട്ട് പുതിയൊരു എൻറ്റിറ്റിയെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ അത് യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേറ്ററി അഡ്വാൻറ്റേജും മുന്നോട്ട് വയ്ക്കുന്നില്ല. അതുകൊണ്ട് ഈ കോൺഷ്യസ്നെസ് ആണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന്റെ കാരണം എന്നുള്ളതൊന്നും ഇന്ന് പൊതുവെ സയൻസ് കരുതുന്ന ഒരു കാര്യമല്ല. പക്ഷേ സ്യൂഡോ സയൻസിന്റെ ആൾക്കാർ അത് ഇപ്പോഴും വിട്ടിട്ടില്ല.
അതായത് ക്വാണ്ടം മെക്കാനിക്സ് ഫോർമുലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ക്വാണ്ടം ഫീൽഡ് തിയറി വന്നു, അതായത് ഫീൽഡുകളുടെ ക്വാണ്ടം തിയറിയാണ് ക്വാണ്ടം ഫീൽഡ് തിയറി. ഇതും ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നമുക്കറിയാം എലിമെന്ററി ബിൽഡിംഗ് ബ്ലോക്സ്, നമ്മളെല്ലാവരും ക്വാർക്കുകളും ലെപ്റ്റോണുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ന്യൂറോ സയൻസ് ഒക്കെ വളരെ ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഷ്യസ്നെസ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതായത് ഒരു മെറ്റീരിയൽ ഫിനോമിനൻ തന്നെയാണ് കോൺഷ്യസ്നെസ്. അതാണ് നമ്മൾ ഫിസിക്സിൽ നിന്നാണെങ്കിലും ന്യൂറോ സയൻസിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല, ഇവരിപ്പോഴും ഇതാണ് പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ട്രെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വേവ് ഫംഗ്ഷൻ ഇഷ്ടമുള്ള സാധ്യതയിലേക്ക് കൊളാപ്സ് ചെയ്യിക്കാം എന്നൊക്കെയാണ് ഇദ്ദേഹം ആർഗ്യ ചെയ്യുന്നത്. അതായത് നമുക്ക് നിയന്ത്രിക്കാവുന്ന ഫണ്ടമെന്റൽ ലെവലിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മോളിക്കുലർ ആയിട്ടുള്ള ഇന്ററാക്ഷൻസിനെയും മോളിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം, നിശ്ചയിക്കാം, മെഷർമെന്റ് ഔട്ട്കംസ് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെയാണ് ഇദ്ദേഹം ആർഗ്യ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വേവ് ഫംഗ്ഷൻ എയിലേക്ക് കൊളാപ്സ് ചെയ്യണോ ബിയിലേക്ക് കൊളാപ്സ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. എയിലേക്ക് കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ അസുഖമാണ്, ബിയിലേക്ക് കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ മെച്ചമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഹീലിംഗ് നടത്താം എന്നൊക്കെയാണ് ഇദ്ദേഹം ആർഗ്യ ചെയ്യുന്നത്. അതാണ് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഇത് ഇങ്ങനെ, അതായത് ഓൾഡ് ആവുന്നത്, നമ്മൾ ഗ്രോയിങ് ഓൾഡ് ആവുന്ന ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പൊ അതിനെ കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ ഓൾഡ് ആകുന്നത് തടയാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിനുവേണ്ടി ഇദ്ദേഹത്തിന് ഓൾട്ടർനേറ്റ് മെഡിസിന്റെ പല ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഫോട്ടോയും പഴയ ഫോട്ടോയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ഈ ഏജ്ലെസ് ബോഡി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഐഡിയ വർക്ക് ചെയ്യുന്നില്ല മനസ്സിലാവും. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള വയസ്സ് എത്രയാണ്, ഏകദേശം അത്രയും വയസ്സ് തോന്നിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇറ്റ് ജസ്റ്റ് ഡസന്റ് വർക്ക്. അപ്പൊ ഇദ്ദേഹം ശരിക്കും ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ കാപ്രയൊക്കെ തുടങ്ങിയ ഒരു സ്കൂൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ജീവിത വിജയം കണ്ട ഒരാളാണ് ഈ ദീപക് ചോപ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വളരെ രസമുണ്ട്, ഇദ്ദേഹത്തിന്റെ കോട്ട്സ് ഒക്കെ വളരെ രസമാണ്. അതായത് മുൻപ് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ദീപക് ചോപ്ര കോട്ട്സ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചില ജാർഗൺസ് ഉപയോഗിച്ചിട്ട് സെൻസിബിൾ ആണെന്ന് തോന്നിക്കുന്ന ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസസ് അത് പ്രൊഡ്യൂസ് ചെയ്യും. തീർത്തും സെൻസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ ഈ ചോപ്ര പറയുന്ന സെന്റൻസസിൽ നമുക്ക് മാറ്റാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരിക്കൽ ഇത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കോൺഷ്യസ്നെസ് ഇസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് പോസിബിലിറ്റീസ് എന്നൊക്കെ. അതായത് സൂപ്പർ പൊസിഷൻ ഒക്കെ ക്വാണ്ടം മെക്കാനിക്സിലുള്ള വാക്കാണ്. പക്ഷെ ഇദ്ദേഹം ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ജാർഗൺസ് വീശി പറഞ്ഞ ആൾക്കാരെ എന്താ പറയുന്നത്, അത്ഭുതപ്പെടുത്തുകയാണ്. ഇങ്ങനെ അത്ഭുതപ്പെട്ട് കണ്ണ് തള്ളുമ്പോൾ അവരെന്ത് ചെയ്യും, പേഴ്സ് തുറക്കും, കുറെ പൈസ എടുക്കും, ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോകും, അല്ലെ പുസ്തകങ്ങൾ വാങ്ങും. അങ്ങനെ ഇദ്ദേഹം വളരെ ധനികനായി. നമുക്ക് വേണേൽ ശ്രമിച്ചു നോക്കാം, ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ജാർഗൺസ് ഉപയോഗിച്ച് ചോപ്ര പറയുന്ന പോലെയുള്ള മിസ്റ്റിക്കലായുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കാം. ഉദാഹരണത്തിന് ഐ കുഡ് സേ സംതിങ് ലൈക്ക് ദിസ്, കോൺഷ്യസ്നെസ് ഈസ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ ഓഫ് എൻടാങ്കിൾഡ് പോസിബിലിറ്റീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഒരു സെൻസ് ഉള്ള കാര്യമല്ല. പക്ഷെ ഒരുപക്ഷെ ഇദ്ദേഹം ഇങ്ങനെ സെന്റൻസസ് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. എൻടാങ്കിൾമെന്റ് ഉപയോഗിക്കും, സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ഉപയോഗിക്കും. ഇദ്ദേഹം ചെയ്യുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ജാർഗൺസ് ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ സ്യൂഡോ സയൻസും ഇദ്ദേഹത്തിന്റെ എന്താണ് ഫ്രോഡിലന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് കോട്ട്സ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഓൺലി വിത്ത് ദ അഡ്വെന്റ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് ദാറ്റ് സയന്റിസ്റ്റ്സ് ബിഗാൻ ടു കൺസിഡർ അഗെയിൻ the old question of the possibility of comprehending the world as a form of mind. അതായത് ഇദ്ദേഹം പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് കണ്ടുപിടിച്ചോടെ നമ്മളിപ്പോ ലോകത്തെ മനസ്സിലാക്കുന്നത് മൈൻഡിന്റെ ഒരു ഫോമായിട്ടാണ്, കോൺഷ്യസ്നെസിന്റെ ഒരു ഫോമായിട്ടാണ്, മെറ്റീരിയൽ അല്ല എന്നുള്ളതാണ്. ഇത് തെറ്റാന്ന് നമുക്കറിയാം, അങ്ങനെയൊന്നും അല്ല. മോഡേൺ സയൻസ് ഇപ്പോഴും വേൾഡിനെ കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ പഴയ ഐഡിയ തന്നെയാണ്. വി ലിവ് ഇൻ എ ഫിസിക്കൽ വേൾഡ്. ഓക്കെ, ഈ ഫിസിക്കൽ മെറ്റീരിയൽ വേൾഡ് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഡീപ്പർ ആയിട്ടുള്ള അറിവ് നമുക്കുണ്ട്. പക്ഷെ ഇറ്റ് സ്റ്റിൽ മെറ്റീരിയൽസ്. ചിലപ്പോൾ ഫീൽഡുകളാവാം, അതിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ട് വേണം സ്ട്രിങ്ങുകളാവാം. പക്ഷെ അപ്പോഴും നോൺ ഫിസിക്കൽ ആയിട്ടുള്ള യാതൊരു കാര്യവും, കോൺഷ്യസ്നെസ്സോ ആത്മാവോ അങ്ങനെയുള്ള ഒരു കാര്യം പോലും പോസ്റ്റുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ഇത്രയും നടത്തിയ എക്സ്പെരിമെന്റ്സിലൊന്നും നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡ്, ഫിസിക്കൽ വേൾഡ് അല്ലാതെ അൺഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്ന് അസ്യൂം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ indeed the quantum theory implies that consciousness must exist and that the content of the mind is the ultimate reality. ഇതൊക്കെ ഇദ്ദേഹം വെറുതെ പറയുന്നു, ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും പറയുന്നില്ല. The moon exists in consciousness. അതായത് നമ്മൾ കോൺഷ്യസ്നെസ് ആണ് റിയാലിറ്റിയെ നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. No consciousness, no moon. Just a sluggishly expanding wave function in a superposition of possibilities. All happens within consciousness and nowhere else.
ഓക്കെ, വേണമെങ്കിൽ എൻറ്റാങ്കിൾമെന്റ് ഒക്കെയുള്ള വാക്കുകളും കൂടെ ചേർക്കാമായിരുന്നു. അപ്പൊ ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ക്വാണ്ടം മെക്കാനിക്സ് ആവുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്വാണ്ടം മെക്കാനിക്സ് എവിടെയാണ് അപ്ലിക്കബിൾ ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയുണ്ട്. അതായത് ഇത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുക, അതിന്റെ മാസ് എടുക്കുക, അത് ഏത് വേഗതയിലാണ് മൂവ് ചെയ്യുന്നത് നോക്കുക, ഏത് ഡിസ്റ്റൻസ് സ്കെയിലാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ബാർ എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. ഇറ്റ്സ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻34. -34 അല്ലേ മനോഷ്? അതിന്റെ യൂണിറ്റ്സ് എങ്ങനെയാണ്? എങ്ങനെ? ഓക്കെ, അപ്പൊ ഈ എച്ച് ബാർ എന്ന് പറയുന്ന നമ്പർ വളരെ ചെറുതാണ്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റിന്റെ മാസും വെലോസിറ്റിയും അത് ഇൻവോൾവ് ആയിട്ട് ഡിസ്റ്റൻസ് സ്കെയിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഓർഡർ അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് വരുന്ന അത്രയും ചെറിയ നമ്പർ ആണെങ്കിൽ അവിടെ ക്വാണ്ടം മെക്കാനിക്സ് എന്തായാലും വർക്ക് ചെയ്യും. അവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇതിനേക്കാളും വളരെ വലിയ നമ്പർ ആണ് വരുന്നെങ്കിൽ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ കേസിൽ യൂഷ്വലി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവിടെ ക്ലാസിക്കൽ മെക്കാനിക്സ് പെർഫെക്റ്റ് ആണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മോർ ദാൻ ഇനഫ്. ഓക്കെ, അപ്പോൾ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ കേസിൽ ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനൻ കാണാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ കഴിയും. ഓക്കെ, പക്ഷെ അതിന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഉള്ള അറേഞ്ച്മെന്റ്സ് വേണം. അതായത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നും വളരെയധികം ഐസൊലേറ്റ് നിർത്തണം, ക്രയോജനിക്, അങ്ങനെ വളരെയധികം ടെമ്പറേച്ചർ കുറച്ച് നിർത്തണം, അങ്ങനെ വളരെ സ്പെഷ്യലായിട്ട് ഒരുക്കുന്ന സർക്കംസ്റ്റാൻസസിൽ മാത്രമേ കുറച്ചെങ്കിലും മൈക്രോസ്കോപ്പിക് ലെവലിൽ ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന കാണാൻ കഴിയുള്ളൂ. നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നർത്ഥം. നമ്മുടെ കോൺഷ്യസ്നെസ് തന്നെയാണെങ്കിലും നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഷ്യസ്നെസ് എങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ഒബ്ജക്റ്റ് തന്നെയാണ്. അതായത് കോൺഷ്യസ്നെസ് എന്താണെന്ന് നമുക്ക് മുഴുവൻ അറിയില്ലെങ്കിലും കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്വാണ്ടം മെക്കാനിക്സിന് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും എന്ന് കരുതുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം അല്ല. നമ്മുടെ ബ്രെയിനിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും ഡിസ്റ്റൻസും ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും വളരെ വലിയ നമ്പറാണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ്സ് ജസ്റ്റ് എൻ ഇൻഡിക്കേഷൻ ഏത് ഡിസ്റ്റൻസ് സ്കെയിലാണ് അല്ലെ ഏത് സ്കെയിൽസിലാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനൊരു ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ വേറെ സെന്റൻസ് ആണ്, കോൺഷ്യസ്നെസ് മേ എക്സിസ്റ്റ് ഇൻ ഫോട്ടോൺസ് വിച്ച് സീം ടു ബി ദ കാരിയർ ഓഫ് ഓൾ ഇൻഫർമേഷൻ ഇൻ ദ യൂണിവേഴ്സ്. അതായത് ഫോട്ടോൺസിനെ കുറിച്ച് ഇലക്ട്രോൺസിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്റ്റാൻഡേർഡ് മോഡലിലുള്ള പാർട്ടിക്കിൾസ് ആണ്. സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് നമ്മൾ എലിമെന്ററി പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിന് മാസ് ഉണ്ട്, ചാർജ് ഉണ്ട്, സ്പിൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ദീപക് ചോപ്ര പറയുന്നത് ഇത് മൂന്നും അല്ലാതെ കോൺഷ്യസ്നെസ്സും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ മാസും ചാർജ് സ്പിന്നും മാത്രം കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് നമുക്ക് ലോകത്തെ മുഴുവൻ കൃത്യമായിട്ട് വിവരിക്കാൻ കഴിയുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ട് യാതൊരു എക്സ്പെരിമെന്റ്സും ഇല്ല. പക്ഷെ ഇദ്ദേഹം പറയുന്ന കോൺഷ്യസ്നെസ്സും കൂടെ ഉണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോൺഷ്യസ്നെസ് ഉള്ള ഫോട്ടോൺസ് കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഫോട്ടോൺസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് പെരുമാറുക എന്ന് വേണമെങ്കിൽ ചോദിക്കും. ഒരു വ്യത്യാസമൊന്നുമില്ല, പെരുമാറ്റത്തിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ കോൺഷ്യസ്നെസ് ഉണ്ട്, വെറുതെ കിടക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ the physical world including our bodies is a response of the observer. We create our bodies as we create the experience of our world. നമ്മളാണ് റിയാലിറ്റി നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല, വെറുതെ നമ്മളിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ക്വാണ്ടം കോൺവെർസേഷൻസ്, ക്വാണ്ടം ഹീലിംഗ്, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു കമന്റ് ആണ്. തേങ്ങ ഉടയ്ക്കുന്നതിലെ ശാസ്ത്രീയതയെക്കുറിച്ച് ഇന്റൻഷൻ എക്സ്പെരിമെന്റ് എന്ന പുസ്തകം എഴുതി അവാർഡ് വാങ്ങിയിട്ടുണ്ട് അത്ര ഒരാള്. അവിടെ പറയുന്നത് നമ്മുടെ ചിന്തകൾ കേന്ദ്രീകരിച്ച് നിർത്തിയാൽ അത് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ് അതിൽ പറയുന്നത്. ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വീഡിയോ യൂട്യൂബിൽ കണ്ടു. അതായത് ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിയാലിറ്റിയെ ചൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊന്നും ശരിയല്ല. കാരണം ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ, ഒബ്സർവേഷൻ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിൽ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് പോസിബിലിറ്റിയിലേക്കാണ് കൊളാപ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ദാറ്റ്സ് ജസ്റ്റ് നോട്ട് അലൗഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അതായത് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആകുന്നുണ്ടെങ്കിലും ഏത് സാധ്യതയാണ്, ഏത് ഓപ്ഷനാണ് റിയൽ ആവേണ്ടത്, ഏത് ഓപ്ഷനാണ് ആക്ച്വലൈസ് ആകുന്നത് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നു എന്ന് കരുതുക. ഇപ്പൊ ഇലക്ട്രോണിനെ എവിടെ മെഷർ ചെയ്യണം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നു എന്ന് കരുതുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിനെ എപ്പോഴും ഒരേ പോയിന്റിൽ തന്നെ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ, ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇലക്ട്രോണിനെ മെഷർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്സ് പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി, അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ്. ക്വാണ്ടം മെക്കാനിക്സ് പറയും ഇവിടെ 0.5 പ്രോബബിലിറ്റി ഉള്ളൂ.
നമ്മൾ പക്ഷെ എന്ത് ചെയ്യാണ്, നമ്മുടെ കോൺഷ്യസ്നെസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ എല്ലാ തവണയും ഇവിടെ തന്നെ മെഷർ ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രോബിലിറ്റി പ്രൊഡിക്ഷൻ തെറ്റാണ് എന്ന് വരും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രൊഡിക്ഷൻസിന് വിരുദ്ധമായിട്ട് യാതൊരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ദിസ് ഇസ് ജസ്റ്റ് ഇമ്പോസിബിൾ. ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നു എന്ന് മാത്രമല്ല, എക്സാക്ട്ലി ഇത് സാധ്യമല്ല എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അത് ഇനി അതുപോലെ ഉള്ളൊരു പ്രധാനപ്പെട്ടതാണ് വേദിക് സയൻസ്. വേദിക് സയൻസ് എന്ന് പറയുന്നത് പൊതുവെ വേദങ്ങളും ഉപനിഷത്തുകളും, അതൊരു ഹിന്ദു നാഷണലിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലും സയൻസ് എല്ലാം ഉണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറയുന്നത് എന്താണ്, നമ്മുടെ പ്രപഞ്ചത്തിന്റെ ക്രമത്തെക്കുറിച്ചാണ്. അതിൽ സയൻസ് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അത് അവരത് ഹിന്ദു നാഷണലിസ്റ്റ് ഐഡിയാസ് പ്രോപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഈ നമ്മുടെ ഈ വേദവും ഉപനിഷത്തും എല്ലാം സയൻസ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്ന് മാത്രമല്ല കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് മുഴുവൻ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം അനുസരിച്ച് ജാതി വ്യവസ്ഥ, വർണ്ണ വ്യവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഹൈറാർക്കി ഉണ്ട് എന്നും കൂടി വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് കൃത്യമായിട്ട് പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ ഇവര് ഈ വേദങ്ങളും ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷൻസിലുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് ആശയങ്ങളാണ് അല്ലെ പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഇതിലെല്ലാം ക്വാണ്ടം മെക്കാനിക്സ് ഓൾറെഡി ഉണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നതിലൂടെ അതിനൊരു ലെജിറ്റിമസി കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേദിക് സയൻസ്, വേദങ്ങളൊക്കെ പറയുന്ന പോലെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് യൂഷ്വൽ ഹിന്ദു നാഷണലിസം. അപ്പൊ അവർ പൊതുവെ ഈ ക്വാണ്ടം മെക്കാനിക്സ് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അതായത് കാപ്രയും ചോപ്രയും ഒക്കെ പറയുന്ന പോലെ ക്വാണ്ടം മെക്കാനിക്സ് ഇതിൽ പറയുന്ന കാര്യങ്ങളെ തന്നെയാണ് ശരി വെക്കുന്നത് എന്നൊക്കെ ഇവരുടെ ആർഗ്യുമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ചിലർ ക്വാണ്ടം ഫിസിക്സ് ഈസ് വേദാന്ത ഇൻ ഡിസ്ഗൈസ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വേദാന്തം തന്നെയാണ് എന്ന് പറയുന്നവരുണ്ട്. വേദാന്തം ശാസ്ത്രം തന്നെയാണ്. മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് മാത്രമല്ല, മെറ്റീരിയൽ അല്ലാത്ത വേൾഡിനെ കുറിച്ച് ഈ ശാസ്ത്രം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നുകൂടി വേദങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെല്ലാം ഒരു സയന്റിഫിക് ആയിട്ടുള്ള ബേസിസ് ഉണ്ട് എന്നാണ് ഇവർ ആർഗ്യൂ ചെയ്യുന്നത്. കാരണം ഇവരുടെ ഉദ്ദേശം, ഇവരുടെ മെയിൻ ഗോള് തന്നെ അങ്ങനെ ഒരു പഴയ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ട്, ആ തരത്തിലുള്ള ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ഈ എന്താണ് നോൺസെൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഇതിൽ നല്ല ഉയർന്ന പ്രധാന ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത്, ഡസ് ക്വാണ്ടം മെക്കാനിക്സ് നീഡ് എ തിയറി ഓഫ് കോൺഷ്യസ്നെസ്? കോൺഷ്യസ്നെസ് ആണല്ലോ ഇവരെടുക്കുന്നത്. ഈ വേദാന്തമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കോൺഷ്യസ്നെസ്, അതുപോലെ ഐഡിയലിസം, അതായത് കോൺഷ്യസ്നെസ് ആണ് കൂടുതൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ളത്, മെറ്റീരിയൽ എന്ന് പറയുന്നത് വെറുതെ ഇല്യൂഷൻ ആണ് എന്ന മട്ടിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ഇതിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് നമ്മളെല്ലാവരും പഠിക്കുന്നവർക്കറിയാം, നമ്മളെല്ലാവരും ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്നതാണ്. അവിടെയൊന്നും കോൺഷ്യസ്നെസ്സിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈപ്പോത്തിസിന്റെ ആവശ്യമേ ഇല്ല. കോൺഷ്യസ്നെസ് എന്താണെന്ന് എങ്ങനെയാണോ എന്നുള്ളതിനെ കുറിച്ചൊരു ഹൈപ്പോത്തിസിസ് ആവശ്യമില്ല. അതില്ലാതെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ക്വാണ്ടം മെക്കാനിക്സ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ അവർ നുണ പറയുകയാണ്, അല്ലെങ്കിൽ അവർ ഡെലിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെയാണ്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെ പറയുന്നില്ല. അതുപോലെ, ക്യാൻ വി ചേഞ്ച് ഓർ ചൂസ് റിയാലിറ്റി ബൈ കോൺസെൻട്രേറ്റിംഗ് തോട്ട്സ് ഓർ മെഡിറ്റേറ്റിംഗ്? അതിന്റെ ആൻസറും ക്വാണ്ടം മെക്കാനിക്സ് നോ എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ സാധിക്കുമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവും. അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുപോലെ, ഡസ് ഫിസിക്സ് ലീഡ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് കോൺഷ്യസ്നെസ് ഇസ് ഫണ്ടമെന്റൽ? ഇതും ഈ വേദിക് സയൻസിൽ പറയുന്നത് കോൺഷ്യസ്നെസ് ആണ് ഫണ്ടമെന്റൽ. ഓക്കെ, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ഫിസിക്സ് നയിക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരവും ഇല്ല. ഫിസിക്സ് നയിക്കുന്ന കൺക്ലൂഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണത്? നമ്മൾ ജീവിക്കുന്ന ഒരു ഫിസിക്കൽ ലോകത്താണ്. വേണമെങ്കിൽ മെറ്റീരിയൽ ആണ് ഫണ്ടമെന്റൽ എന്ന് മോഡേൺ ഫിസിക്സ്, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കാണ് മോഡേൺ ഫിസിക്സ് എത്തുന്നത്. നമ്മുടെ ഫിസിക്സ് മുഴുവൻ തന്നെ മെറ്റീരിയൽ ആണ് ഫണ്ടമെന്റൽ എന്നുള്ള അസംഷനിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് എക്സ്പെരിമെന്റൽ റിസൾട്ട് ഒന്നും ഇല്ല എന്നുള്ളത് ഈ അസംഷനെ ശരിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് മറിച്ച് നമുക്ക് ഈ ലോകത്തെ കുറിച്ച് മെറ്റീരിയൽ, ദ്രവ്യ മാത്രമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കോൺഷ്യസ്നെസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫിസിസിസ്റ്റ് അത് പണ്ടേ ഉപയോഗിച്ച് തന്നെ. ഓക്കെ, ഇപ്പൊ ഫിസിക്സ് മുന്നോട്ട് വയ്ക്കുന്ന കൺക്ലൂഷൻ, മോഡേൺ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന കൺക്ലൂഷൻ കോൺഷ്യസ്നെസ് ഫണ്ടമെന്റൽ ആണെന്നല്ല, നേരെ തിരിച്ചാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു ഫിസിക്കൽ യൂണിവേഴ്സിലാണ്. അൺഫിസിക്കൽ ആയിട്ടുള്ള യാതൊന്നും തന്നെ, അൺഫിസിക്കൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സോ ആത്മാവോ ദൈവമോ അങ്ങനെയൊന്നും ഈ ലോകത്തെ വിശദീകരിക്കാൻ നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് മോഡേൺ ഫിസിക്സ് പറയുന്നത്.
ഡസ് ഫിസിക്സ് സപ്പോർട്ട് വേദാന്തിക് വേൾഡ് വ്യൂ? തീർച്ചയായിട്ടും ഇല്ല. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ് ഫിസിക്സിൽ നിന്ന് വരുന്നത്. ഓക്കെ, അതായത് എല്ലാം ദ്രവ്യമാണ്, ദ്രവ്യം മാത്രമാണ് എന്നുള്ള സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് ഭൗതികശാസ്ത്രം. ദ്രവ്യമല്ലാതെ അതിൽ നിന്നും വേറിട്ട മനസ്സ്, ആത്മാവ്, പ്രജ്ഞ, കോൺഷ്യസ്നസ് എന്നിങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടാകാം എന്ന സങ്കല്പം ആവശ്യപ്പെടുന്ന ഒന്നും തന്നെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിലില്ല, പരീക്ഷണ നിരീക്ഷണങ്ങളിലും ഇല്ല. അതായത് മോഡേൺ ഫിസിക്സ് ഈ രീതിയിലുള്ള കോൺഷ്യസ്നസ് പോലുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയല്ല, നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മോഡേൺ ഫിസിക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. മോഡേൺ ഫിസിക്സ് അനുസരിച്ച് എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദീസ് എലമെന്ററി പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാക്ട് മെറ്റീരിയൽ നേച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ആശയങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം അപ്പോഴും ഫിസിക്കൽ തന്നെയാണ്. കാരണം ആദ്യം നമ്മൾ പാർട്ടിക്കിൾസ് ആണെന്നാണ് കരുതിയത്, പിന്നെ ഫീൽഡ് ആണ് കൂടുതൽ ഫണ്ടമെന്റൽ, ഫീൽഡിന്റെ എക്സൈറ്റേഷൻസ് ആണ് പാർട്ടിക്കിൾസ് എന്നുള്ളതിലേക്ക് വന്നു. ഇനി ഇതല്ല, ഫീൽഡിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്ട്രിങ്സ് ആണ് എന്ന് പറയുന്ന സിദ്ധാന്തങ്ങളുണ്ട്. അതിനെയും കംപ്ലീറ്റഡ് ആവാനുള്ള തിയറിയാണ്. പക്ഷെ ഇത് എന്ത് തന്നെയാണെങ്കിലും ഇറ്റ്സ് ഓൾ ഫിസിക്കൽ. ഫീൽഡ് ആണെങ്കിലും സ്ട്രിങ് ആണെങ്കിലും ഇതെല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫിസിക്കൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും അവിടെ ആവശ്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വേദാന്തവും മിസ്റ്റിസിസും ഒക്കെ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണെങ്കിൽ മോഡേൺ ഫിസിക്സിന്റെ കൺക്ലൂഷൻ അഹം ദ്രവ്യാസ്മി എന്നുള്ളതാണ്. അതായത് ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, കോൺട്രഡിക്ടറി ആണ്. അതായത് മോഡേൺ സയൻസിന്റെ വെളിച്ചത്തിൽ നമ്മൾ വേദങ്ങളെയും ഇതുപോലുള്ള മിസ്റ്റിസിസത്തിനെയും വിലയിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മിസ്റ്റിസിസത്തിനെ തള്ളിക്കളയേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരു വിലയിരുത്തൽ ആവശ്യമാണ്. മിസ്റ്റിസിസം മാത്രമല്ല, ഏതൊരു റിലീജിയസ് ട്രഡീഷൻസ് എടുക്കുകയാണെങ്കിലും മോഡേൺ സയൻസിന്റെ വെളിച്ചത്തിൽ നമ്മൾ അതിനെ തള്ളിക്കളയേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത് വിക്ടർ ജെ സ്റ്റെങ്കറിന്റെ ഒരു കോട്ടാണ്. When people start using science to argue for their specific beliefs and delusions, to try to claim that they are supported by science. ആൾക്കാർക്ക് പല പല പ്രീഡിസ്പോസിഷൻസ് ഉണ്ടാവും, ചില കാര്യങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടാവും. പക്ഷെ അവർ വിശ്വസിക്കുക മാത്രമല്ല, അവർ എന്തുകൂടിയാണ് ക്ലെയിം ചെയ്യുന്നത്? എന്റെ വിശ്വാസത്തെ സയൻസ് സാധൂകരിക്കുന്നുണ്ട് എന്നുകൂടി ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ സയന്റിസ്റ്റിന് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. സയന്റിസ്റ്റ് അറ്റ്ലീസ്റ്റ് ഹാവ് ടു സ്പീക്ക് അപ്പ് ആൻഡ് സേ യു ആർ വെൽക്കം ടു യുവർ ഡെലൂഷൻസ്, ബട്ട് ഡോണ്ട് സേ ദാറ്റ് ദേ ആർ സപ്പോർട്ടഡ് ബൈ സയൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെലൂഷൻസ് കൊണ്ട് കിടക്കാം, പക്ഷെ സയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും മോഡേൺ ഫിസിക്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയരുത്. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോഡേൺ ഫിസിക്സിന്റെ വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ള മിസ്റ്റിക്കൽ ട്രഡീഷൻസിനെ പരിശോധിക്കുകയാണെങ്കിൽ ഓക്കെ, അത് പരസ്പര വിരുദ്ധമാണ്. അതിന്റെ കൺക്ലൂഷൻസ്, മോഡേൺ ഫിസിക്സിന്റെയും മിസ്റ്റിക് ട്രഡീഷൻസിന്റെയും കൺക്ലൂഷൻസ് എക്സാക്ട്ലി കോൺട്രഡിക്ടറി ആണെന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്സിൽ ഇപ്പോൾ നമ്മൾ സയൻസിലെ നോക്കാംസ് റേസർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരേ കാര്യത്തെ തന്നെ രണ്ട് തിയറി ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിലുള്ള സിംപിളർ ആയിട്ടുള്ള തിയറിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് പ്യുവർലി ഫിസിക്കൽ ആയിട്ടുള്ള തിയറി ഉപയോഗിച്ച് നമുക്ക് ഈ ലോകത്തെ, നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തെ വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ തിയറിയുടെ കൂടെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ എൻറ്റിറ്റി, അല്ലെ സോൾ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ എൻറ്റിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറെ തിയറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതേ കാര്യത്തിൽ തന്നെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് ഈ കോൺഷ്യസ്നെസ് ഉണ്ട് എന്നുള്ളതിനോ സോൾ ഉണ്ട് എന്നുള്ളതിനോ വേറെ പ്രത്യേകിച്ച് ഈ മെറ്റീരിയൽ മാത്രമായിട്ടുള്ള തിയറീസിന്റെ പ്രൊഡിക്ഷൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യാതൊരു പ്രൊഡിക്ഷൻസും മുന്നോട്ട് വയ്ക്കുന്നില്ല. ആകെ പറയുന്നത് എന്താണ്? ഇതൊക്കെ ശരി തന്നെ, ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എൻറ്റിറ്റിയും കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള തിയറീസ് അല്ലെ അങ്ങനെയുള്ള ആശയങ്ങൾ ഒക്കാംസ് റേസർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ മുറിച്ച് മാറ്റേണ്ടതാണ് എന്നുള്ളതാണ്. റൈറ്റ്, അങ്ങനെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണേലും ആഡ് ചെയ്യാം അല്ലെ. അതായത് നിങ്ങൾ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ശരിയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഡിങ്കനും കൂടെ ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡിങ്കനും കൂടെയുള്ള ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട് ചെയ്യുന്നതെന്നാണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഡിങ്കൻ ഇല്ലാതെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഈ കാര്യങ്ങൾ പ്രൊഡിക്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഡിങ്കൻ എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തെ, നമ്മളിന്ന് കാണുന്ന ലോകത്തെ വിവരിക്കാൻ, പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം വിശദീകരിക്കാൻ മെറ്റീരിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, ഫിസിക്കൽ വേൾഡിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേറെ ഈ രീതിയിലുള്ള സ്പിരിറ്റോ കോൺഷ്യസ്നെസ്സോ അങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല എന്നാണ് മോഡേൺ ഫിസിക്സിന്റെ കൺക്ലൂഷൻ. അപ്പോൾ ക്വാണ്ടം നോൺസെൻസ് മുഴുവനായിട്ട് നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, ബട്ട് ഐ തിങ്ക് ഐ ഗേവ് ആൻ ഓവർവ്യൂ. അപ്പൊ അതോടെ എൻ്റെ പ്രസന്റേഷൻ അവസാനിക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും താങ്ക്സ്.